അപ്പോൾ എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് KP ആക്ടിന്റെ 4ാമത്തെ പാർട്ട് ക്ലാസ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ 3 പാർട്ട് നിങ്ങൾക്ക് എടുത്ത് തന്നിരുന്നത് അനിലാൽ സാറാണ്. അപ്പം സാറിന് ചില വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ അദ്ദേഹം ഇപ്പോൾ വേണ്ട ഒരു സിറ്റുവേഷനാണ്. ചില ആരോഗ്യ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഞാനായിരിക്കും ഇനിയുള്ള ബാക്കി ഭാഗം കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്കപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സും നാളത്തെ ഒരു ക്ലാസ്സും കൊണ്ട് നമുക്ക് KP ആക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 37 മുതൽ 69 വരെയുള്ള പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 33 വരെയുള്ള ഭാഗം അനിലാൽ സാറ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 37 മുതൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യും. അതുപോലെ ഫയർമാൻ്റെ എക്സാംസ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എളുപ്പമായിരുന്നു, നമ്മുടെ ക്ലാസ്സെല്ലാം ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് അത് ഫയർമാൻ്റെ മാത്രമുള്ള ടോപ്പിക്കിൽ നിന്ന്, അതായത് IT കൂടാതെ IT ഒഴിച്ച് ഫയർമാൻ്റെ മാത്രം വരുന്ന ടോപ്പിക്കിൽ നിന്ന് അത് 18 മാർക്കാണ് ഇൻ ടോട്ടൽ. നമ്മുടെ സ്റ്റുഡൻസിന് ഞാൻ പഠിപ്പിച്ച പോർഷനിൽ നിന്ന് അതുകൊണ്ട് 16 മാർക്കിനുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് എഴുതാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കത് കൃത്യമായിട്ട് ക്ലാസ് അവസാനം വരെ ഫോളോ ചെയ്തവർക്ക് അത് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി ക്ലാസ് നമ്മൾ KP ആക്ടിൻ്റെ 37 മുതൽ 69 വരെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിയമങ്ങളാണ്. നിയമങ്ങൾ പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ, നമുക്കൊരു കുറച്ച് ഒരു പാടൊക്കെ ആയിട്ട് നമുക്ക് തോന്നിയേക്കാം നിയമങ്ങൾ. അതുകൊണ്ട് തന്നെ അതിന് ഒരു അധികം ആയാസമില്ലാതെ തന്നെ എടുക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ആ ക്ലാസ് ഒന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ശൈലി മനസ്സിലാവുന്നുണ്ടോ, എളുപ്പമാണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങളത് കമൻ്റായിട്ടൊന്ന് നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക കേട്ടോ. നിങ്ങൾക്കത് ഉപകാരപ്രദമാണോ എന്നൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ നിങ്ങളതൊന്ന് കൃത്യമായിട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ PDF നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടും. അതിനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ക്ലാസ്സിൻ്റെ PDF കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന തന്നെ ഏതാണ്, 37 അല്ലേ. നിങ്ങൾ സിനിമകളിലൊക്കെ കണ്ട് പരിചരിച്ച ഒരു സീനാണത് അല്ലേ. ഏതാണ് ആ സിനിമ, ഏതാണ്? പോലീസുകാർക്ക് എന്താണ് ഈ വീട്ടിൽ കാര്യം, അപ്പോൾ ഇവിടുത്തെ ഓരോ അരിയും പെറുക്കിയെടുക്കും എന്നൊക്കെ പറഞ്ഞൊരു സീനാണ് അല്ലേ. അപ്പം പോലീസുകാർക്ക് വീടുകളിൽ കാര്യമുണ്ട്. എപ്പോഴാണ് കാര്യം വരുന്നത്? ഇപ്പോൾ ഇത് തന്നെ സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനം. ഇപ്പോൾ സ്വകാര്യ സ്ഥലം എന്ന് വെച്ചാൽ എന്താണ്? സ്വകാര്യ സ്ഥലം എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മുടെ വീടാകാം, അല്ലെങ്കിൽ എന്താണ് പറമ്പാകാം അല്ലെ, നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന പറമ്പ് കാര്യങ്ങളാകാം. അങ്ങനെയുള്ള ഒരു സർക്കാർ ഇടപെടുന്നതല്ലാത്ത, പുറമ്പോക്കല്ലാത്ത അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടല്ലാത്ത ഏതൊരു കാര്യം എന്താണ്, അത് നമുക്കൊരു പ്രൈവറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്കതിനെ കണക്കാക്കാവുന്നതാണ്. അപ്പോൾ അവിടെ പോലീസിന് പ്രവേശിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ നിങ്ങളൊരു കാര്യം ഓർത്താൽ, നിങ്ങൾ 37 സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനം എന്നുള്ള കാര്യം മാത്രം നിങ്ങളൊന്ന് ഓർമ്മ വെച്ചാൽ മതി. ഓക്കെ, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചോദിക്കത്തില്ല. KP ആക്ട് വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് നമ്മുടെ ലോജിക്കിൽ, നമുക്ക് ഈ ഒരു അത്യാവശ്യ നിയമങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ലോജിക്കിൽ വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളത് ഒരുപാട് എഫോർട്ടൊന്നും ഇടേണ്ട. പക്ഷേ അതിനകത്തുള്ള പല ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. നിങ്ങളതിൻ്റെ ക്ലോസ് ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളത് കേൾക്കുക, നിങ്ങളത് മനസ്സിലാക്കുക, അത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പം സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിന് പ്രവേശിക്കാൻ പറ്റുമോ? ഇപ്പം നമ്മുടെ വീട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രൈം നടക്കണം, അല്ലെങ്കിൽ ഒരു പ്രതി നമ്മുടെ വീട്ടിൽ ഓടിക്കയറി, അല്ലെങ്കിൽ ഒരു പ്രതി നമ്മുടെ വീട്ടിൽ ഓടിക്കയറി, പോലീസിന് അവിടെ കയറാൻ പറ്റുമോ? നമുക്ക് നോക്കാം. എന്താണ് സ്വകാര്യ സ്ഥലങ്ങളിലെ പോലീസിൻ്റെ പ്രവേശനത്തെ പറ്റി എന്താണ് അവിടെ പറയുന്നത്, എന്താണ് വായിച്ചേ. സുരക്ഷ ഉറപ്പാക്കുന്നതിനോ ആസന്നമായ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടുത്തെ എന്തൊക്കെയാണ് ആചാരം, മര്യാദ, സ്വകാര്യത, ഔചിത്യം എന്നിവയ്ക്ക് തക്കതായ പരിഗണന നൽകിക്കൊണ്ട് ശരിയെന്നും മതിയായതെന്നും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന് ന്യായീകരണ ബാധ്യതയും ഉത്തരവാദിത്വമുള്ള കാരണമുണ്ടെങ്കിൽ ഏതൊരു സ്വകാര്യ സ്ഥലത്ത് പ്രവേശിക്കാവുന്നതാണ് അല്ലേ. തീർച്ചയായിട്ടും ആ ഒരു കേസിൽ എന്താണ്, പോലീസിന് അവിടെ പ്രവേശിക്കാം. പക്ഷേ ഈ പ്രവേശിക്കുമ്പോൾ എന്താണ്, അവിടെ കൃത്യമായൊരു കാരണം, അതായത് പോലീസ് അവിടെ പ്രവേശിക്കുന്നതിന് കൃത്യമായ കാരണം പോലീസിന് പറയാനുണ്ടാവണം. ഇപ്പം നിങ്ങൾ IPC മാറിയപ്പോൾ നിങ്ങൾ BNSS, CRPC മാറിയിട്ടാണല്ലോ BNSS വരുന്നത്. അപ്പോൾ ഈ BNSS പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? കൊഗ്നിസബിൾ ഒഫൻസ്, നോൺ കൊഗ്നിസബിൾ ഒഫൻസ് അല്ലേ. അപ്പോൾ ഈ കൊഗ്നിസബിൾ ഒഫൻസസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അത് ഏതിലാണ് വന്നിരിക്കുന്നത്? സെക്ഷൻ 2(1) Gയിൽ പറയുന്നതാണ് എന്ത്, കൊഗ്നിസബിൾ ഒഫൻസസ്. ശരി, കൊഗ്നിസബിൾ ഒഫൻസസ് എന്താണ്? സീരിയസ് ആയിട്ടുള്ള ക്രൈമുകൾ അല്ലേ. ഇപ്പം മർഡർ അല്ലെ, കൊലപാതകം, പീഡനം, ഇതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഡൗറി ഡെത്ത്,
അല്ലേ? ഇപ്പം സ്ത്രീധനത്തെ ചൊല്ലിയുള്ള ആ ഒരു 7 വർഷത്തിനുള്ളിൽ ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിക്കും? ഡൗറി ഡെത്തായിട്ട് കണക്കാക്കപ്പെടും. സ്ത്രീധനത്തിൽ തന്നെ ചൊല്ലി വേണമെന്നില്ല, ഒരു ഭാര്യ 7 വർഷത്തിനുള്ളിലാണ് മരിക്കണമെങ്കിൽ അതിനെ ഡൗറി ഡെത്തായിട്ട് തന്നെയാണത് കണക്കാക്കുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിലൊക്കെ, അതായത് ആ ഒരു രീതിയിലായിരിക്കും പ്രൈമ ഫാസി കേസെടുത്ത് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ എന്ത് ചെയ്യാം? പോലീസിന് അവിടെ വാറണ്ട് ഇല്ലാതെ പ്രവേശിക്കാം. പക്ഷേ ചില കേസുകളിലൊക്കെ വരുമ്പോഴത്തേക്കും പോലീസിന് അവിടുത്തെ സമ്മതം കാര്യങ്ങളൊക്കെ വേണം. ഇപ്പം എന്തെങ്കിലും ഒരു ആയുധം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അല്ല അത് മാരകായുധമാണ്, അത് ഒളിപ്പിച്ചു, ഇതുപോലുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോഴത്തേക്ക് പോലീസിന് അവിടെ എന്തില്ലാതെ പ്രവേശിക്കാം? അവിടെ പെർമിഷൻ വേണമെന്നില്ല, പെർമിഷൻ ഇല്ലാതെ വിത്ത് ഫോഴ്സ് വേണമെങ്കിൽ പ്രവേശിക്കാം. പക്ഷെ അല്ലാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും പോലീസ് അവിടെ പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറയുന്ന ഒരു ചില അനുമതി കാര്യങ്ങൾ, അതായത് ആ വീട്ടുടമസ്ഥൻ്റെ അനുമതി കാര്യങ്ങളൊക്കെ പോലീസിന് വേണം അങ്ങനെ പ്രവേശിക്കണമെങ്കിൽ. അപ്പം ഉദാഹരണത്തിന് അത് നോക്കിയേ, ഈ ഒരു താഴത്തെ ഇമേജ് ഒന്ന് നോക്കിയേ. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഇന്നസെന്റ് വന്നിട്ട് ഉണ്ണികളെ അന്വേഷിച്ച് വരുന്നു, അല്ലേ? ഉണ്ണികളെ അന്വേഷിച്ചിട്ട് വന്നാലും എന്ത് വേണം? അവിടെ അവർക്ക് ഇതൊരു ഹേബിയസ് കോർപ്പസ് കേസ് ആയിട്ടാണ് വരുന്നെങ്കിൽ അവിടെ എന്ത് മതിയാവും? അവിടെ നേരെ കയറി എൻക്വയറി സെർച്ച് കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷെ അല്ലാത്ത സിറ്റുവേഷനിലാണ് വരുന്നതെങ്കിലും, ഇപ്പം അല്ലാത്ത സിറ്റുവേഷനിലാണ്, ഇപ്പം നോൺ കോഗ്നിസബിൾ ആയിട്ടുള്ള കേസുകളിലാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവിടെ മോഹൻലാലിന് പെർമിഷൻ വാങ്ങിയിട്ടേ വീട്ടിൽ കയറാൻ പറ്റുള്ളൂ. കാരണം വീട് മോഹൻലാലിൻ്റെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വീട്ടിൽ കൃത്യമായിട്ടുള്ള പെർമിഷൻ വേണം. അതെ, എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ അധികാരം വിനിയോഗിക്കുന്നതിന് മുന്നേ കെട്ടിടത്തിൻ്റെയും പരിസരത്തിൻ്റെയും ചുമതലയുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും നേടാൻ സാധ്യമാകുന്നിടത്തോളം ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് മാക്സിമം പോലീസ് അവിടെ ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മര്യാദ, സ്വകാര്യത, ഔചിത്യം. ഇപ്പം ഇവിടെ നമ്മൾ പറയുമ്പോഴത്തേക്ക് എന്താണ്? ആചാരം പറയുന്നുണ്ട്, മര്യാദ പറയുന്നുണ്ട്. ഇപ്പം ഒരു ക്ഷേത്രത്തിൽ മോഷണം എടുക്കുകയാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ വിഗ്രഹം മോഷണം പോയി. പക്ഷെ പോലീസിന് അവിടെ എന്ത് ചെയ്തേ പറ്റൂ? അതിൻ്റെ ഉള്ളിൽ കയറി പരിശോധിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പോലീസിന് അവിടെ ബൂട്ട്സോ അല്ലെങ്കിൽ ആ കോട്ടോ ഇട്ടൊന്നും കയറാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർ ആ ഒരു യൂണിഫോമിലോ ഒന്നും അവർക്ക് കയറാൻ പറ്റത്തില്ല. അവരവിടെ കയറണമെങ്കിൽ അവർ തീർച്ചയായിട്ടും ബൂട്ട്സ് അഴിച്ചു വെക്കണം, ഷർട്ട് അഴിച്ചു വെക്കണം. ഇങ്ങനെയായിരിക്കും അവിടെ കയറേണ്ടത്. അതാണ് അവിടുത്തെ ആചാരം, മര്യാദ എന്നൊക്കെ പറയുന്നത്. ഇപ്പം സ്വകാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരാൾ സംശയിക്കപ്പെടുകയെന്ന് വിചാരിക്കുക, ഏതെങ്കിലും വലിയ ക്രൈം അല്ല, ചെറിയൊരു ക്രൈമാണ്, ആളെ സംശയമുണ്ട്. പക്ഷേ ഈ സംശയമുള്ള സ്ഥിതിക്ക് അവിടെ ഒരു സ്വകാര്യത മാനിച്ചു വേണം പോലീസ് അവിടെ എൻക്വയറി കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. അതായത് വിത്തൗട്ട് യൂണിഫോം അല്ലെങ്കിൽ അവിടെ പോയിട്ട് വലിയ ബഹളം വെക്കുമോ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അവിടെ സ്വകാര്യത, അതുപോലെ അവിടുത്തെ ഔചിത്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൃത്യമാണല്ലോ. 37ാമത്തെ ആക്ട് എന്താണെന്ന് പറയുന്നത്? സ്വകാര്യ സ്ഥലങ്ങളിലെ പോലീസിനുള്ള പ്രവേശനത്തെ പറ്റിയാണ് ഈ ഒരു ആക്ട് പറയുന്നത്. ഇപ്പം മനസ്സിലായോ പോലീസുകാർക്ക് എന്താണ് ഈ വീട്ടിൽ കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം അത്രയുള്ള 37 സ്വകാര്യ സ്ഥലങ്ങളിൽ പോലീസിനുള്ള പ്രവേശനം. ആ പ്രവേശിക്കുന്നതിന് എന്തൊക്കെ വേണം? ചില ആചാരം, മര്യാദ, സ്വകാര്യത, ഔചിത്യം ഇതൊക്കെ മാനിച്ച് വേണം കയറാനായിട്ട്. അത് മാത്രമല്ല, എന്താണ് പിന്നെ വേണ്ടത്? ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ന്യായീകരിക്കാൻ പറ്റണം. അതായത് പിന്നീട് മുകളിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ നമ്മൾ RTI ഫയൽ ചെയ്യുകയാണ്. ഇപ്പോൾ പോലീസ് വന്നു, പോലീസ് അത്യാവശ്യം പ്രശ്നം ഉണ്ടാക്കി, നമ്മുടെ വീട്ടിൽ വന്ന് അത്യാവശ്യം പ്രശ്നം ഉണ്ടാക്കി, വലിയ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. നമ്മളിതെല്ലാം എന്ത് ചെയ്യുന്നു? 33 സെക്ഷൻ 33 പറയുന്ന പോലെ നമ്മളിത് ഇലക്ട്രോണിക് റെക്കോർഡൻസ് അല്ലെങ്കിൽ എവിഡൻസ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്, തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളതിൻ്റെ ഒരു RTI നമ്മൾ ചോദിക്കുകയാണ്, ഇങ്ങനെ വന്നു അത് അല്ലെങ്കിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കി അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റണം. ഇല്ലെങ്കിൽ അതെന്ത് ചെയ്യും? പോലീസിനെ ഇൻഡയറക്റ്റ്ലി അത് അഫക്റ്റ് ചെയ്യും. അപ്പം അവിടെ എന്താണ് വേണ്ടത്? ഉദ്യോഗസ്ഥന് ന്യായീകരണ ബാധ്യസ്ഥതയും ഉത്തരവാദിത്തമുള്ള കാരണം ഉണ്ടായിരിക്കണം കേട്ടോ. ഈ ഒരു 2 കാരണം, പോലീസിന് ന്യായീകരിക്കാനുള്ള അവിടെ ഒരു ബാധ്യസ്ഥതയുണ്ട്, അത് കറക്റ്റായിട്ട്, അതായത് അക്കൗണ്ടബിലിറ്റി അവിടെയുണ്ട്. അതുപോലെ എന്താണ്, ഇതിന് ഒരു ഉത്തരവാദിത്തമുള്ളൊരു കാര്യം ആയിരിക്കണം എന്നതാണ് അറിയേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്? കെട്ടിടത്തിൻ്റെയും പരിസരത്തിൻ്റെയും ചുമതലയുള്ള വ്യക്തിയുടെ സഹകരണവും സമ്മതവും നേടാൻ സാധ്യമാകുന്നിടത്തോളം ശ്രമിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു സെക്ഷൻ നമുക്ക് നോക്കാം. കുറ്റകൃത്യം തടയുന്നതിന് പോലീസ് ഇടപെടേണ്ടതാണെന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് 38 പറയുന്നത് ഒരു കുറ്റകൃത്യം നടക്കുവാണ് പോലീസിൻ്റെ സാമീപ്യത്തിലോ അല്ലെങ്കിൽ പോലീസിന് അറിവ് കിട്ടിയ ഒരു സ്ഥലത്ത് കുറ്റകൃത്യം നടക്കുവാണെന്ന്. അപ്പോൾ ഈ കുറ്റകൃത്യം തടയുന്നതിന് വേണ്ടിയിട്ട് പോലീസ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഈ 38 പറയേണ്ടത്. അപ്പോൾ 37 എന്താണ്? 37 സ്വകാര്യ സ്ഥലങ്ങളിലെ പോലീസിൻ്റെ പ്രവേശനമാണ് പറയുന്നത്. 38 പറഞ്ഞത് എന്താണ്? കുറ്റകൃത്യം തടയുന്നതിന് പോലീസ് ഇടപെടേണ്ടതാണ് എന്ന് പറഞ്ഞതാണ് ഈ 38. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിനിമയിലെ സീൻ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സിനിമ, നിങ്ങൾ കുറേ സിനിമകളൊക്കെ കാണുന്നതാണല്ലോ.
സുരേഷ് ഗോപിയുടെ പടങ്ങൾ കാണാറുണ്ട്, പല പല സിനിമകൾ കാണാറുണ്ട്. ഏതെങ്കിലും സിനിമയിലെ സീനൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഞാനൊരു സീൻ കാണിക്കാം. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഒരു സീൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആക്ഷൻ ഹീറോ ബിജു അല്ലേ? ആക്ഷൻ ഹീറോ ബിജു. അവിടെ എന്താണ്? അവിടെ ഒരാൾ പബ്ലിക് ന്യൂസൻസ് അല്ലേ, പബ്ലിക് ന്യൂസൻസ് ആയിട്ടുള്ള ഒഫൻസ് ചെയ്യുവാണ്, ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ കുറ്റകൃത്യം നടക്കുന്നു. അവിടെ കുറ്റകൃത്യം തടയാനായിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ബിജു എത്തുന്നു, SI ബിജു പൗലോസ് എത്തുന്നു. ബിജു പൗലോസ് എത്തിയിട്ട് വളരെയധികം ലീഗലായിട്ട് തന്നെ ആളെ അവിടെ നിന്ന് മാറ്റുവാണ്, അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അല്ലേ? അപ്പം നമുക്ക് നോക്കാം എന്താണെന്ന്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ സാന്നിധ്യത്തിലോ സമീപത്തോ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതോ ആയ, അതായത് നേരത്തെ ഇൻഫർമേഷൻ കിട്ടുകയാണ് അവിടെ ഒരു ക്രൈം നടക്കും എന്ന ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. അതായത് ഇപ്പം പൊതുവെ എന്താണ് കാണുന്നത്? അവിടെ ഇവിടെ എല്ലാം ബോംബ് വെച്ചിട്ടുണ്ടെന്നൊക്കെ വിളിച്ചു പറയും അല്ലേ? എന്നപ്പോൾ എന്ത് ചെയ്യും? വ്യാജ സന്ദേശമാണെങ്കിൽ പോലീസിന് ജോലി ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താണ്? നടക്കാൻ പോകുന്നതായ ഏതെങ്കിലും കുറ്റകൃത്യം അയാളുടെ കഴിവിൻ്റെ പരമാവധി നിയമപരമായി ഇടപെട്ട് തടയേണ്ടതും അവസാനിപ്പിക്കേണ്ടതുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? പോലീസ് അവിടെ കൃത്യമായിട്ട് ഇടപെടണം. അപ്പം ഇവിടെ അങ്ങനെയാണല്ലോ, പോലീസിന് സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ സമീപത്തോ, സ്റ്റേഷൻ പരിധിയൊക്കെ സമീപം തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ നടക്കുന്ന ഒരു കുറ്റകൃത്യം എന്ത് ചെയ്യുന്നു? തടയാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിക്കുന്നുണ്ട്, ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ക്ലിയർ ആണ്? നമുക്ക് അതിൻ്റെ സബ്സെക്ഷൻസ് നോക്കാം. അപ്പം ഈ ആവശ്യത്തിനായി അയാൾക്ക് സ്ഥലത്തുള്ള ഏതെങ്കിലും കായശക്തിയുള്ള പ്രായപൂർത്തിയായ വ്യക്തിയുടെ സേവനം നിയമാനുസൃതം ആവശ്യപ്പെടാവുന്നതും സ്വീകരിക്കാവുന്നതും ന്യായമായ കാരണമില്ലാതെ യാതൊരാളും സ്ഥലത്ത് സന്നിഹിതനായ ഉദ്യോഗസ്ഥന് നൽകി അപ്രകാരമുള്ള നിയമാനുസൃതമായോ ന്യായമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പാടില്ല. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? ഒരു പോലീസിന് അവിടെ ഉള്ള ഒരു ഫോഴ്സ്, ആ സ്റ്റേഷനിൽ ഒരു ഫോഴ്സ് വെച്ചിട്ട് ചിലപ്പോൾ തടയാൻ പറ്റുന്ന ഒരു അതായിരിക്കില്ല. അത്യാവശ്യം നല്ല ഒരു പൊക്കവും സൈസും മസിലും ഒക്കെ ഉള്ള വലിയ ഒരു 10-12 പേരൊക്കെ വന്ന് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. പക്ഷേ സ്റ്റേഷനിൽ അത്രയും ആളുകളില്ല, കുറച്ച് പേരെ ഡ്യൂട്ടിയിലുള്ളൂ എന്ന് വിചാരിക്കുക. ഒരു സാങ്കല്പമാണ്, ഒരു ഹൈപ്പോത്തസിസ് ആണ്. പക്ഷേ അവിടെ എന്ത് ചെയ്യുക? അവിടെ ഇപ്പോൾ പോലീസിന് എന്ത് ചെയ്യാം? വളരെയധികം കായശക്തിയുള്ള ഒരാളുടെ സഹായം പോലീസിന് നേടാം അല്ലേ? പോലീസ് അവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഇത് നായ്ക്ക് വേണ്ടിയിട്ടാണ് വന്ന് സിനിമയിൽ ചോദിക്കുന്നത്. പക്ഷേ എന്താണ്? ഒരു ആരോഗ്യമുള്ള ഒരാളോട് വന്നിട്ട് അവിടെ നമ്മളൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ് അല്ലേ? അങ്ങനെ അഭ്യർത്ഥിക്കുന്ന സിറ്റുവേഷനിൽ എന്താണ് അത് എങ്ങനെ അഭ്യർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്? പ്രായപൂർത്തിയായ വ്യക്തിയായിരിക്കണം കേട്ടോ. ആൾ പ്രായപൂർത്തിയായ വ്യക്തിയായിരിക്കണം, കായശക്തിയുള്ള, അതായത് ആരോഗ്യവാനായ പ്രായപൂർത്തിയായ വ്യക്തിയായിരിക്കണം. എങ്ങനെ ആവശ്യപ്പെടണം? നിയമാനുസൃതം ആവശ്യപ്പെടണം. പിന്നെന്താണ്? അത് സ്വീകരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ അവിടെ എന്താണ് വേണ്ടത്? അവിടെ ആൾക്കിത് സ്വീകരിക്കാം, വേണമെങ്കിൽ നിരസിക്കുകയും ചെയ്യാം. ഈ നിരസിക്കുമ്പം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കണം. ഇപ്പം അവിടെ കുറച്ച് പേര് എന്ത് ചെയ്യുന്നു? ഇപ്പം വടിവാള്, ബോംബ്, പെട്രോൾ പമ്പ് ഇതൊക്കെ ആയിട്ട് വന്നാണ് നിൽക്കുന്നത്. പക്ഷെ പോലീസ് അവരോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷെ എന്താണ്? ഒന്നെങ്കിൽ ആളുടെ ജീവനുള്ള ഭീഷണി, അല്ലെങ്കിൽ വളരെയധികം ഇത്രയും ആയുധമുണ്ട്, ഞാൻ കളരിയൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ആയുധങ്ങൾ നേരിടാൻ എനിക്ക് അറിയത്തില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആർമിയുടെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ആർമിയുടെ ഏതെങ്കിലും ഫിസിക്കലിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഇതിൽ വന്നാൽ ശരീരത്തിന് മുറിവോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഏറ്റാൽ ഇതിനെ ബാധിക്കാം എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പിന്നീട് ഏതെങ്കിലും ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ വേണേൽ കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി അതൊന്ന് വായിച്ചു നോക്കി. ഈ ആവശ്യത്തിനായി അയാൾക്ക് സ്ഥലത്തെ ഏതെങ്കിലും കായശക്തിയുള്ള പ്രായപൂർത്തിയായ വ്യക്തിയുടെ സേവനം നിയമാനുസൃതം ആവശ്യപ്പെടാവുന്നതും സ്വീകരിക്കാവുന്നതും ന്യായമായ കാരണമില്ലാതെ യാതൊരാളും സ്ഥലത്ത് സന്നിഹിതനായ ഉദ്യോഗസ്ഥ നൽകി അപ്രകാരമുള്ള നിയമാനുസൃതവും ന്യായമായ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കാൻ പാടില്ലാത്തതുമാകുന്നു. അതായത് പോലീസിന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ വളരെ ആരോഗ്യമായിട്ടുള്ള 18 വയസ്സ് തികഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരാളുടെ ഒരു സപ്പോർട്ട് ചോദിക്കാം. വേണമെങ്കിൽ ആ ആരോഗ്യവാനായ ചെറുപ്പക്കാരന് വേണമെങ്കിൽ ഇത് റിജക്റ്റ് ചെയ്യാം. പക്ഷേ റിജക്റ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു ന്യായമായിട്ടുള്ളൊരു കാരണം ഉണ്ടായിരിക്കണം. അതിൻ്റെ അടുത്ത ക്ലോസ് നമുക്ക് നോക്കാം. അപ്പം അപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം ഒരു വ്യക്തിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അറസ്റ്റ് ചെയ്യുവാനോ നീക്കം ചെയ്യുവാനോ പാടുള്ളതല്ല. ഓക്കെ, അതായത് ആ ഒരു ഡയറക്ഷൻ അനുസരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആ ഒരു പോലീസുകാരന് ആ ഒരാളെ അറസ്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ നീക്കം ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അതിന് മാത്രമല്ല, ആവശ്യപ്പെട്ട സേവനം തത്സമയം നൽകിയില്ല എന്ന കാരണത്താൽ അയാൾക്കെതിരെ ജില്ലാ പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതിയില്ലാതെ യാതൊരു നിയമ നടപടികളും സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഇപ്പം
ഇനിയിപ്പോൾ അഥവാ എന്താ ആക്ഷൻ എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷേ ആക്ഷൻ എടുക്കണമെങ്കിൽ എന്തുണ്ടാവണം, അവിടെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫിൻ്റെ, ജില്ലാ പോലീസ് മേധാവിയുടെ ഉണ്ടാവണം മുൻകൂർ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും ക്ലിയർ ആണല്ലോ. അപ്പം 37 എന്താ പറഞ്ഞിരുന്നേ? ഓർത്തേ സ്വകാര്യ സ്ഥലങ്ങളിലെ പോലീസിനുള്ള പ്രവേശനമാണ് 37 കേട്ടോ. KP ആക്ടിന്റെ സെക്ഷൻ 37 പറഞ്ഞത് സ്വകാര്യ സ്ഥലങ്ങളിലെ പോലീസിനുള്ള പ്രവേശനം. പിന്നെന്താണ് 38 എന്താണ് പറയുന്നത്? കുറ്റകൃത്യം തടയുന്നതിൽ പോലീസ് ഇടപെടേണ്ടതാണ് എന്ന് പറഞ്ഞത് ഏതാണ്? സെക്ഷൻ 38 ആണ്. അയാളുടെ സാന്നിധ്യത്തിലോ സമീപത്തിലോ ഒക്കെ അല്ലെങ്കിൽ അയാൾക്ക് മുൻകൂർ ഉണ്ടാവുന്ന കേസുകളിലൊക്കെ എന്ത് ചെയ്യണം? അവർ കൃത്യമായിട്ട് പോലീസുകാർ ആ ഒരു കാര്യം ഏറ്റെടുത്ത് കുറ്റകൃത്യം തടയണം എന്നാണ് പറഞ്ഞത്. അപ്പം 37 ക്ലിയർ ആണ് സ്വകാര്യ സ്ഥലങ്ങൾ, 38 കുറ്റകൃത്യങ്ങൾ. ക്ലിയർ ആണല്ലോ? ശരി. നിങ്ങൾ ഈ ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കണ്ട കേട്ടോ. ഞാൻ ഈ ഓരോ കഥകൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ കഥകൾ ഓർത്ത് വെച്ചാൽ മതി. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നിങ്ങൾക്ക് 12th ലെവൽ എക്സാമിന് ചോദിക്കത്തില്ല. അപ്പോൾ ഇനി നമ്മൾ സെക്ഷൻ 39 ആണ് കേട്ടോ നോക്കുന്നത്. 39 എന്താണ്? പോലീസിന്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് എന്നാണ് എന്ത് പറഞ്ഞത്? സെക്ഷൻ 38 പറയുന്നത് അല്ലേ? പോലീസ് നിയമപ്രകാരം ഏതെങ്കിലും നിർദ്ദേശം തന്നാൽ നമ്മളത് കൃത്യമായിട്ട് പാലിക്കണം. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന്റെ സെക്ഷൻ ബൈ സെക്ഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഒന്നെന്താണ് പറഞ്ഞത്? ആക്ടിന് കീഴിലുള്ള തന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നൽകുന്ന നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതാണ്. അത്രേ ഉള്ളൂ. നമ്മൾ ആ ഹെഡിങ് തന്നെയാണ് ആ ഒരു ഫസ്റ്റ് ഇതിൽ പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ നിയമപ്രകാരമുള്ള ഏതെങ്കിലും നിർദ്ദേശം തന്നാൽ അത് നമ്മൾ പാലിക്കണം. അപ്പോൾ ഈ അതിൻ്റെ 39ന്റെ രണ്ടാമത്തെ ക്ലോസ് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? നിയമം അനുശാസിക്കുന്ന ഏതെങ്കിലും നിർദ്ദേശം അനുസരിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് ഈ ആക്ട് അതിൻ്റെ കീഴിലുണ്ടാക്കി ഏതെങ്കിലും ചട്ടമോ റെഗുലേഷനോ ഉത്തരവോ പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായ ഏതെങ്കിലും നിയമാനുസൃത ചുമതലകൾ നിർവഹിക്കുന്നതിനിടയ്ക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇതിൻ്റെ കുറച്ച് സബ് ക്ലോസുകളുണ്ട്, അതിന് കുറച്ച് കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഈ ക്ലോസ് എന്താ പറഞ്ഞത്? ഈ ക്ലോസ് എന്ന് വെച്ചാൽ നിയമം മാത്രമല്ല, ആ കൂടെ എന്താണ് ചിലപ്പോൾ സർക്കുലർസ് ഇറക്കാം അല്ലെങ്കിൽ റെഗുലേഷൻസ് ഇറക്കാം. ഇതെല്ലാം എന്ത് ചെയ്യണം? ഇതെല്ലാം ആ ഒരു സിറ്റിസൺസ്, അവിടുത്തെ നാട്ടിലെ ജനങ്ങൾ അനുസരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല ആരുടെയാണ്? പോലീസിൻ്റെയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ എന്താണ്? ഓർമ്മയുണ്ടോ? പഴയ കാലത്തിലേക്കൊന്ന് പോയി. അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കുന്നു അല്ലേ? ഇവിടെ ഒരു ആക്ട് ആയിട്ടൊന്നും അവർക്ക് ഇറക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു സർക്കുലറോ അല്ലെങ്കിൽ ഒരു റെഗുലേഷൻസ് ഒക്കെ ആയിട്ടായിരിക്കും ഇവിടെ ഇറക്കുന്നത്. അപ്പോൾ ഈ സർക്കുലർ അല്ലെങ്കിൽ റെഗുലേഷൻ ഒക്കെ ഇറക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ബൗണ്ടറി കഴിയുമ്പോഴത്തേക്ക് പോലീസ് നമ്മൾ തടയും അല്ലേ? എന്താണ്? അപ്പുറം കണ്ടെയ്ൻമെന്റ് സോൺ ആണ്, അങ്ങോട്ട് പോകരുത്. അങ്ങോട്ട് പോകാൻ എന്ത് പറ്റും? കൊറോണ വരും, നിങ്ങളെയും ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുക, സേഫ് ആയിട്ടിരിക്കുക അല്ലേ? അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതനുസരിച്ചിട്ടാണ്? ഈ ഉള്ള ആ ഒരു KP ആക്ടിൻ്റെ ഈ ഒരു 39ന്റെ സെക്ഷൻ 2 വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം നിയമം മാത്രമല്ല, ആക്ട്, റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്താനുള്ള ആ ഒരു ബാധ്യത അല്ലെങ്കിൽ ആ ഒരു ചുമതല ആർക്കുണ്ട്? പോലീസിനുണ്ട്. പക്ഷേ ഈ ചുമതല നിർവഹിക്കുന്നിടയ്ക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം എന്ന് നമുക്ക് നോക്കാം. ഏതാണ്? ഏതെങ്കിലും നിയമപ്രകാരമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമത്തിൽ കീഴിലുണ്ടാക്കി ഏതെങ്കിലും ചട്ടമോ ഉത്തരവോ പ്രകാരമോ ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒരുങ്ങുന്ന ഒരാൾക്ക് അത് തടയുന്നതിനായി മുന്നറിയിപ്പ് നൽകാവുന്നതാണ് അല്ലേ? കൊറോണ വന്ന സമയത്ത് എന്താണ്? നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ് അല്ലേ? നമുക്ക് വന്നാലേ ശരിക്കും പറഞ്ഞത് കുറ്റമാണ്. കാരണം എന്താ? നമ്മൾ പ്രോപ്പറായിട്ട് മാസ്ക് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലോട്ട് പോവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു ചട്ടം പറയുന്നത്. അപ്പം ആ ഒരു ചട്ടം അനുസരിച്ചിട്ട് അവിടെ രോഗം നമുക്കും വരാം, നമ്മൾ ആ രോഗം മറ്റുള്ളവർക്ക് പകരുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതെന്താണ്? ഇതൊരു കുറ്റകൃത്യം തന്നെയാണ്. രോഗം മനഃപൂർവ്വം പടർത്തുക അല്ലെങ്കിൽ രോഗം പടരാൻ കാരണമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അത് കുറ്റകൃത്യം തന്നെയാണ്. അപ്പം എന്താണ് അവിടെ പോലീസ് ചെയ്യുന്നത്? അതിനെ പോലീസിന് തടയാം, അതിനുള്ള മുന്നറിയിപ്പ് കാര്യങ്ങളൊക്കെ നൽകാം എന്നതാണ് ഏതിൽ പറയുന്നത്? 2ന്റെ സബ് ക്ലോസ് എയിൽ പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ നമുക്ക് B ഒന്ന് നോക്കാം. ഏതൊരാളോടും അയാൾ സ്വന്തം കാര്യത്തിലോ മറ്റൊരാളുടെ കാര്യത്തിലോ തൻ്റെ ചുമതലയിലുള്ള ഏതെങ്കിലും കാര്യത്തിലോ പ്രവർത്തിക്കേണ്ട രീതി നിർണ്ണയിക്കുന്ന ഏതൊരു നിയമവും പാലിക്കുവാൻ അവകാശപ്പെടാവുന്നതാണ് അല്ലേ? അപ്പം അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാധ്യതയിൽ വരുന്ന ഏതെങ്കിലും ഒരു നിയമം, ഇപ്പം ഏത് നിയമമായാലും ആ നിയമം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഫോളോ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ആരെയാണ് വരുന്നത്? പോലീസിൻ്റെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ എന്ന് വെച്ചാൽ അവരുടെ ഡ്യൂട്ടി ആ ഒരു കണ്ടെയ്ൻമെൻറ്റ് സോൺ കഴിഞ്ഞു പോവാതിരിക്കുക എന്നുള്ളത്
ഇവർക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ടുള്ള ഡയറക്ഷൻസ് റെഗുലേഷൻസ് ഒക്കെ കൊടുക്കേണ്ട ആ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ബാധ്യത ആർക്കാണ് വരുന്നത്? ഇത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത വരുന്നത് പോലീസിനെയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ആക്ട് ബൈ ആക്ട് ആയിട്ട് പറയണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങളത് ടെൻഷൻ ആവേണ്ട. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം വന്നാൽ നിങ്ങൾക്കത് എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റോറീസ് ഒക്കെ നിങ്ങളൊന്ന് കേട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പം കാണുന്ന സ്ക്രീൻ കാണുന്ന ഒരു പിക്ചർ ഓർമ്മയുണ്ടോ? കൊറോണ വന്ന സമയത്ത് നിങ്ങളെ പലരെയും ഇതുപോലെ തടഞ്ഞിട്ടുണ്ടാവും അല്ലേ? പോലീസ് തിരിച്ചു വിട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ കട സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതായിരിക്കും. പക്ഷേ എന്താണ്, അപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. നമുക്കറിയത്തില്ല, അപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അതുപോലെ എന്താ 4 പേര് കൂടുതൽ കൂട്ടം കൂടുന്നു അല്ലേ? ഇതൊക്കെ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നത് അതിൽ കൂടുതൽ പേര് വന്നാൽ ആ ഒരു ശാസ്ത്രീയമായിട്ട് അവിടെ ഇത് പടരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അല്ലേ? അപ്പം അതുപോലെ എന്താ, സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, മാസ്ക് വെച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പോലീസ് വന്നിട്ട് പിടിക്കും. ഇതൊക്കെ നടന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു റെഗുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ചട്ടം, നിയമം മാത്രമല്ല, അതിൻ്റെ ചട്ടവും കാര്യങ്ങളും എല്ലാം ബേസ് ചെയ്ത് തന്നെയാണ് കാര്യങ്ങളെല്ലാം നടന്നത്. ഇനി നമുക്ക് അതിൻ്റെ സി എന്താണ് പറഞ്ഞത് നോക്കാം. എൻ്റെ അടുത്തൊരു സബ് ക്ലോസ് സി എന്താണ് പറഞ്ഞത് നോക്കാം. അപ്പം എയും ബിയും സബ് ക്ലോസ് അനുസരിച്ചിട്ട് എന്താണ് പറഞ്ഞത്? ആ ഒരു എയും ബിയും ആ ഒരു നിയമങ്ങൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിന് എതിരായി കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതി അല്ലെങ്കിൽ ഒരു വ്യക്തി കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ കുറ്റകൃത്യം ചെയ്തതായ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ കുറ്റകൃത്യം തടയണം എന്ന് പറഞ്ഞ നിയമം ഏതായിരുന്നു? ഒന്നോർത്തേക്ക്, നിയമം ഏതായിരുന്നു? 38 അല്ലേ? 38 കിട്ടുന്നുണ്ടല്ലോ, ഓർമ്മയിലുണ്ടല്ലോ, അത് മതി. നിങ്ങൾ 37 സ്വകാര്യത, അത് നിങ്ങൾ ഓർക്കുക, സ്വകാര്യ സ്ഥലത്ത് കയറാം. 38 എന്താ പറഞ്ഞത്? 38 പറഞ്ഞത് ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ നടന്നാൽ പോലീസിൻ്റെ സാന്നിധ്യത്തിലോ സമീപത്തിലോ ഒക്കെ ആയിട്ട് ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ അറിവോടെയൊക്കെ ഒരു കുറ്റകൃത്യം നടന്നാൽ അത് തടയാനുള്ള ബാധ്യത ആർക്കുണ്ട്? പോലീസിനുണ്ട് അല്ലേ? 39 എന്താണ് പറഞ്ഞത്? പോലീസിൻ്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുക അല്ലേ? പോലീസിൻ്റെ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാനാണ് 39 പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ അത് ആക്ട് കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ഹെഡിങ് തലക്കെട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബാക്കി ഒരു കഥയായിട്ട് നിങ്ങൾ ഓർത്താൽ മതി, ബൈ ഹാർട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയിലോട്ട് പോവാം. അപ്പോൾ എന്താണ്, പോലീസിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ അവിടെ എന്ത് ചെയ്യുന്നു? കുറ്റകൃത്യം ചെയ്തതായ ഏതൊരാളെയും അങ്ങനെ അറസ്റ്റ് നിയമാനുസൃതം ആവശ്യമാണെന്ന് കരുതുന്ന പക്ഷം അറസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലേ? 39-ന്റെ 2-ന്റെ ആ ഒരു സബ് ക്ലോസ്, 39-ന്റെ 2-ന്റെ സബ് ക്ലോസ് പറഞ്ഞത് അനുസരിച്ചിട്ട് എന്താണ്, എയും ബിയും നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? അവിടെ ചട്ടം, പോലീസ് ചില ആക്ട്, ചട്ടം അല്ലെങ്കിൽ റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ചുമതല അവർക്കുണ്ട്. അല്ലെങ്കിൽ അവർ ആ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ജനങ്ങൾ പെരുമാറണം, അല്ലെങ്കിൽ ജനങ്ങൾ അതനുസരിച്ചിട്ട് ആ വ്യവസ്ഥയ്ക്ക് വിധേയമായി വേണം ജീവിക്കാൻ. പക്ഷേ ഇതിന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്ത് ചെയ്യണം? അവിടെ പോലീസിനെ അറസ്റ്റ് ചെയ്ത്, അറസ്റ്റ് അത്യാവശ്യമാണ്, അതായത് പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്നില്ല അല്ലേ? മാസ്ക് വെക്കാൻ പറയുന്നു, മാസ്ക് വെക്കുകയില്ല, അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം ഇതെന്ത് സംഭവിക്കാം? ഇത് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കാം അല്ലെ? ഒരാളുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന വലിയൊരു ക്രൈമിലേക്ക് ഇത് പോവാം. അപ്പോൾ അത് പോലീസിന് ഇത് ബോധ്യമാകുമ്പോൾ എന്ത് ചെയ്യാം? പോലീസിന് ഇവരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ആ ഒരു പവറുണ്ട്, ആ ഒരു റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഈ ഒരു 39-ന്റെ 2-ന്റെ സി വെച്ചിട്ടാണ്. അതുപോലെ എന്താണ്, കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ചതോ അതിനുവേണ്ടി ഉടൻ ഉപയോഗിക്കാൻ പോകുന്നതായ ഏതൊരു വസ്തുവും പിടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഒന്നും വേണ്ട, ഇപ്പം വടിവാള് അല്ലെ? വടിവാൾ ഒക്കെ കൈവെക്കാൻ നിയമാനുസൃതമായിട്ട് മാരകായുധമാണ്, കൈവെക്കാൻ പാടില്ല. അപ്പം ഇതുപോലെയുള്ള ആയുധങ്ങൾ കൈവെക്കുന്നത് എന്തിനായിരിക്കും? എന്ത് പർപ്പസിനായിരിക്കും? ഒരാളെ വെട്ടുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലെ കൈയെടുക്കുക, കാലെടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. അപ്പോൾ അതെന്താണ് അത് കുറ്റകൃത്യത്തിന് ചിലപ്പോൾ ഉപയോഗിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അത് ഉടൻ ഉപയോഗിക്കാൻ പോകുന്നതോ ഒക്കെ ആയിരിക്കാം. അപ്പം ഈ ഒരു വസ്തു പിടിച്ചെടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? പോലീസിനുണ്ട് അല്ലെ? ഈ ഒരു അധികാരം പോലീസിനുണ്ട്. കൃത്യമാണ്, ശരി. അപ്പം 37 എന്താ? 37 പറഞ്ഞേ. നിങ്ങൾ അങ്ങനെയാണ് വിടുന്നില്ല. 37 പറഞ്ഞേ. സ്വകാര്യത അല്ലേ? പോലീസിന് സ്വകാര്യ സ്ഥലങ്ങളിൽ പ്രവേശിക്കാവുന്ന കാര്യങ്ങളാണ് 37 പറയുന്നത്. 38 എന്താണ് പറഞ്ഞത്? ആക്രമണങ്ങളോ മറ്റു കാര്യങ്ങളോ നടക്കുന്നത് തടയുന്നതിനാണ് 38 പറയുന്നത്. അപ്പോൾ അത് പോലീസിൻ്റെ അറിവിലോ അല്ലെങ്കിൽ പോലീസിൻ്റെ അറിവിലോ സാന്നിധ്യത്തിലോ ഒക്കെ ആണ് നടക്കുന്നതെങ്കിൽ, സമീപത്തിലൊക്കെയാണ് നടക്കണമെങ്കിൽ പോലീസുകാർ തടഞ്ഞിരിക്കണം. 39 എന്താ പറഞ്ഞത്? പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ടോ. അതിൻ്റെ പോലീസിൻ്റെ നിർദ്ദേശങ്ങളെ പറ്റി പറഞ്ഞത് 39 ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അല്ല, അതിൻ്റെ ഒരു ക്ലോസും കൂടി ഉണ്ട് കേട്ടോ, ഈയും കൂടിയുണ്ട്. നമുക്ക് നോക്കിയിട്ട് നമുക്ക് പോവാം. അപ്പം ഈ എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട് ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരാളെ കൊല്ലാനായിട്ടാണെങ്കിൽ വടിവാൾ ഉപയോഗിച്ചു, വടിവാൾ എന്ത് ചെയ്യാം? പോലീസിന് പിടിച്ചെടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഷണം സംഭവിച്ചു, ഏതെങ്കിലും ഒരു വസ്തു മോഷണം പോയാൽ മോഷണം പിടിച്ചെടുക്കണം, അതാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള കുറ്റകൃത്യം തടയുന്നതിനോ അതേപ്പറ്റി അന്വേഷണം നടത്തുന്നതിനോ അത്തരം പിടിച്ചെടുക്കലുകൾ ആവശ്യമാണെങ്കിൽ ആ വസ്തു പിടിച്ചെടുക്കാവുന്നതാണ് അല്ലേ?
അപ്പം അങ്ങനെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി കുറ്റകൃത്യം നടന്നു, അപ്പോൾ അതിനെപ്പറ്റി എന്ത് ചെയ്യണം, അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ അന്വേഷണം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് വേണം, തെളിവിന് വേണ്ടിയിട്ട് ആ ഒരു തൊണ്ടി പിടിച്ചെടുക്കണം, അല്ലേ? ആ തൊണ്ടിയോ അല്ലെങ്കിൽ അവിടെ ആയുധമാണെങ്കിൽ ആയുധമോ ഇതൊക്കെ എന്ത് ചെയ്യണം, അത് പോലീസ് പിടിച്ചെടുക്കണം. അപ്പോൾ അത് പറയുന്നത് ഏതാണ്, സെക്ഷൻ 39(2) ഈ പ്രകാരമാണ് അത് പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണ് അല്ല? നിങ്ങൾ ആ ഇമേജ് കാണുന്നുണ്ടല്ലോ, ഇത് ബാബ കല്യാണി മൂവിക്കകത്ത് ആ ഒരു അമ്മയുടെ വേലും സ്വർണ്ണാഭരണങ്ങളൊക്കെ കാണാതെ പോകുമ്പോൾ തപ്പിയെടുക്കുന്ന ഒരു സീനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഏറ്റവും മുന്നിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പം കുറ്റകൃത്യങ്ങൾ അങ്ങനെ നടന്നാൽ പിടിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഇത്രയും പഠിച്ചു വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്കിത് PYQ ചോദിച്ചിട്ടുള്ളതാണ്. ശരി, അപ്പോൾ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇപ്പം ഞാൻ ഫയർ എക്സാമിൻ്റെ ക്ലാസ്സിലൊക്കെ പറയുന്ന സമയത്ത് ഞാനൊരു ടിപ്സ് പറഞ്ഞു കൊടുത്തിരുന്നു. അതായത് ചിലപ്പോൾ തെറ്റായ പ്രസ്താവന എന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ തെറ്റായ എന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനൊരു അണ്ടർലൈൻ കൊടുത്തേക്കണം. ഇതിപ്പോൾ ശരിയായതാണ്, തെറ്റായതായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് മാർക്ക് ചെയ്തേക്കുക, ഒരു അണ്ടർലൈൻ കൊടുത്തേക്കുക. കാരണം വേറൊന്നുമല്ല, നമുക്കറിയാവുന്ന മാർക്ക് നമുക്ക് PSCക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്ന മാർക്ക് നമ്മുടെയാണ്. അപ്പോൾ അത് നമുക്ക് തെറ്റരുത്. അപ്പം തെറ്റായ എന്നൊക്കെ വന്നാൽ നിങ്ങളതൊന്ന് മാർക്ക് ചെയ്തേക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ശരിയായ ആ ഒരു കാര്യമായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആൻസർ തെറ്റാതിരിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. ശരി, അപ്പോൾ താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തൻ്റെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാവുന്നതാണ്. ഓക്കെ. രണ്ടാമത്തെ, പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റകൃത്യം തടയുന്നതിനായി ഏതൊരു വ്യക്തിയുടെയും സേവനം ആവശ്യപ്പെടാവുന്നതാണ്. ആവശ്യപ്പെട്ട സേവനം നൽകാത്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. ഓക്കെ, അപ്പം നോക്കിയേ, ശരിയാണോ? ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തൻ്റെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഏതൊരു സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാവുന്നതാണ്. അങ്ങനെയാണോ? അങ്ങനെയല്ല, അല്ലേ? ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു കൊഗ്നിസബിൾ ഒഫൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം നോൺ കൊഗ്നിസബിൾ ഒഫൻസ് ഒക്കെ ആണെങ്കിൽ അവിടെ പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം, കൃത്യമായ ആ ഒരു വീട്ടുകാരൊക്കെ സംസാരിച്ച് അവരുടെ ആ ഒരു എന്താണ് പറയുന്നത്, ഒരു സമ്മതത്തോടൊക്കെ കൂടി മാത്രമാണ് ആ വീട്ടിൽ കയറണമെങ്കിൽ കയറാൻ പറ്റത്തുള്ളൂ, അല്ലേ? ചെറിയ ക്രൈംസ് ഒക്കെ ആണെങ്കിൽ. ഇപ്പം വലിയ ക്രൈംസ് ഒക്കെയാണ്, കൊഗ്നിസബിൾ ഒഫൻസ് ഒക്കെയാണ് നടക്കണമെങ്കിൽ അവിടെ അങ്ങനത്തെ പെർമിഷൻ ഒന്നും വേണ്ട, നിങ്ങൾക്ക് നേരെ കയറാം. ശരി, പിന്നെ എന്താണ്, പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റകൃത്യം തടയുന്നതിനായി ഏതൊരു വ്യക്തിയുടെയും സേവനം ആവശ്യപ്പെടാവുന്നതാണ്. ഏതൊരു വ്യക്തിയാണോ, 18 വയസ്സ് പൂർത്തിയായ ഒരു കായശക്തിയൊക്കെ ഉള്ള ഒരു ആളെന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പോൾ അവിടെ ഇപ്പം 18 വയസ്സ് പൂർത്തിയെങ്കിലും മനസ്സിന് ഇച്ചിരി പ്രശ്നമുള്ള ആളാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ മനോരോഗി അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക വിഭ്രാന്തിയുള്ള ഒരാളുടെ ഒന്നും സഹായം നമ്മൾ ആവശ്യപ്പെടാൻ പാടില്ല. അപ്പോൾ എന്താണ്, ഏതൊരു വ്യക്തിയുടെ എന്നുള്ളത് ശരിയല്ല. 18 വയസ്സ് പൂർത്തിയായിരിക്കണം, കായശക്തി ഉണ്ടായിരിക്കണം. അതുപോലെ ആവശ്യപ്പെട്ട സേവനം നൽകാത്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസിനുണ്ട്. ഉണ്ടോ? ആവശ്യപ്പെട്ട സേവനം നൽകിയില്ലെന്ന് പറഞ്ഞാൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിനെന്താണ് വേണ്ടത്, അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അന്വേഷണം നടത്തണമെങ്കിലൊക്കെ എന്ത് വേണം, പ്രത്യേകമായിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ആ ഒരു മുൻകൂർ അനുമതി ഉണ്ടായിരിക്കണം എന്നതാണ്. അപ്പം പോലീസിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്, കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. ശരിയല്ലേ? നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞു, അല്ലേ? നമ്മൾ ഏതിലാണ് പറഞ്ഞത്, 39(2) ഈയിലാണ് നമ്മൾ പറഞ്ഞത്. ഈയിലാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്, അല്ലേ? കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. തീർച്ചയായിട്ടും അധികാരമുണ്ട്. അപ്പം ഈ ചോദിച്ച സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കണ്ടോ? ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഇത്രയും പഠിച്ചത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. നിങ്ങളത് ഒന്നും കൂടെ ക്ലാസ്സൊക്കെ ഒന്ന് കേട്ട് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? എല്ലാ പ്രസ്താവനയും ശരിയാണ്, 1, 2 മാത്രം ശരി, 4ാമത്തെ പ്രസ്താവന ശരി, 3ാമത്തെ പ്രസ്താവന, 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി, അല്ലേ? ഓക്കെ, അപ്പം അതാണ് C ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇപ്പം ഇത് 2023 വന്നതാണ്. CPയുടെ ഒരു മെയിൻസ് 2023 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കാം. 57. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നോക്കിയാൽ 37 എന്ന് പറഞ്ഞു. 37 എന്താ പറഞ്ഞേ? ഒരു സ്വകാര്യ സ്ഥലത്ത് പോലീസിന് പ്രവേശിക്കുന്ന കാര്യമാണ് 37 പറഞ്ഞത്, അല്ലേ? 37 പറഞ്ഞത്. 38 എന്താണ് പറഞ്ഞത്? 38 കുറ്റകൃത്യം തടയുന്നതിനുള്ള കാര്യങ്ങളെ പറ്റിയാണ് 38 പറയുന്നത്. 39 എന്താണ് പറഞ്ഞത്? പോലീസിന്റെ നിയമാനുസൃതമായ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ് 39 പറയുന്നത്. ശരി, ഇനി അപ്പോൾ നമുക്ക് അടുത്ത 57 നോക്കാം കേട്ടോ. 57 എന്താണ്? കാണാതായ ആളുകളെ കണ്ടുപിടിക്കാൻ പോലീസ് ശ്രമിക്കണമെന്ന് പറയുന്നതാണ് ഈ ഒരു 57 പ്രകാരം. ഇത് നിങ്ങൾ കണ്ടോ? ആരാന്ന് മനസ്സിലായോ? രസാന്തര സിനിമ കണ്ടിട്ടില്ലേ?
അതിനകത്തെ മീര ജാസ്മിനാണ് നിങ്ങൾ അതിൽ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ പുള്ളിക്കാരി ആൾമാറാട്ടം നടത്തി വന്ന് നിൽക്കുകയാണ്. അയാൾ ഒരു സ്ഥലത്തുനിന്ന് മുങ്ങി വന്ന് നിൽക്കുകയാണ്, ഒരു സ്ഥലത്തുനിന്ന് അവിടെ ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും, പേടിച്ച് വന്ന് നിൽക്കുന്നതാണ്, അത്രേ ഉള്ളൂ. അപ്പം എന്താണ് 57 എന്താണ് പറഞ്ഞത്? കാണാതായ ആളെ കണ്ടുപിടിക്കാൻ പോലീസ് ശ്രമിക്കണമെന്ന് പറയുന്നത് ഈ 57ാമത്തെ KP ആക്ട് 57 പ്രകാരമാണ്. ഓക്കെ, അപ്പം എന്താണ് ഏതെങ്കിലും ഒരാളെ കാണാതായി എന്ന് ന്യായമായി സംശയിക്കാവുന്ന രീതിയിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് എന്തെങ്കിലും വിവരം ലഭിക്കുമ്പോഴെല്ലാം എന്ന് നടപടി എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ 57ന്റെ ക്ലോസ് 1 പറയുന്നത് കാണാതായി എന്ന് പരാതി ലഭിച്ചാൽ, ആർക്ക് ലഭിച്ചാൽ? സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി ലഭിച്ചാൽ, SIO CIO ഒക്കെ ആവും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ, സ്റ്റേഷൻ ഇൻചാർജ് എന്നതാണ്. ഒരു സ്റ്റേഷൻ്റെ ചാർജ് ആർക്കാണ് വരുന്നത്? അതാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അവർക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അതും ആ ആവശ്യം അല്ലെങ്കിൽ ആ പറഞ്ഞ പരാതി കറക്റ്റ് ആണെന്ന് തോന്നി, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പോലീസ് അന്വേഷിക്കും. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഒരു കുട്ടി സ്കൂളിൽ പോയി, 10 മണി കഴിഞ്ഞ് സ്കൂളിൽ പോയി, 12 മണിയായപ്പം ഒരു പേരൻറ്റ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി പറയുന്നു, എൻ്റെ കുട്ടിയെ കാണുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നത്? പോലീസ് വയ്ക്കുമ്പോൾ എന്ത് പറയുമായിരിക്കും? ചിലപ്പോൾ ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതാണ്, അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും പോലീസിനോട് അന്വേഷിക്കാൻ പറ്റത്തില്ല. ന്യായമായ, അതായത് ആളെ കാണുന്നില്ലെന്ന് ന്യായമായി സംശയിക്കാവുന്ന രീതിയിലുള്ള ഒരു പരാതി കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആരാണോ അവർ, SI ആയിരിക്കും CI ആയിരിക്കും, ആരാണോ എന്ന് വെച്ചാൽ അവർ അത് കൃത്യമായിട്ട് ആ കേസ് അന്വേഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് പറഞ്ഞത്? 57ന്റെ 1ാമത്തെ ക്ലോസിൻ്റെ സബ് ക്ലോസ് എന്താണ് പറഞ്ഞത്? അത്തരം ആൾ അപകടത്തിലാണെന്നോ നിയമാനുസൃതമായ രക്ഷകർത്തൃ സംരക്ഷണത്തിലല്ല എന്നോ, അല്ലെങ്കിൽ എന്താ അത്തരം ആൾ ആപൽക്കരമായ കുറ്റകൃത്യത്തിൽ ഇരയായിരിക്കാം എന്നോ ഒക്കെ തോന്നിയാൽ അവിടെ അന്വേഷണം നടത്താം. അപ്പോൾ പറയുന്നത് വെച്ചിട്ട് എന്താണ്? അപകടത്തിലാണെന്നോ അല്ലെങ്കിൽ എന്താണ് നിയമാനുസൃതമായ രക്ഷകർത്തൃ സംരക്ഷണത്തിലല്ല എന്നോ. അതായത് ഇപ്പം ഡിവോഴ്സ് കേസ് നടക്കുമെന്ന് വിചാരിക്കുക, ഒരമ്മ ഒരച്ഛൻ, കോടതി പറഞ്ഞു അമ്മയുടെ കൂടെ പോയാൽ മതി. പക്ഷെ എന്ത് ചെയ്തു? അച്ഛൻ സ്കൂളിൽ നിന്ന് ഈ ഒരു കുട്ടിയെ അവിടുന്ന് ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് അച്ഛൻ്റെ കൂടെ കൊണ്ടുപോകുന്നു. ഓക്കെ, അച്ഛൻ്റെ കൂടെ കൊണ്ടുപോയി അച്ഛൻ ചിലപ്പോൾ നന്നായിട്ടായിരിക്കും നോക്കുന്നത്, പ്രശ്നമൊന്നും കാണിയില്ലായിരിക്കും. പക്ഷെ എന്താ, അത് നിയമാനുസൃതമായ രക്ഷകർത്തൃത്വമല്ല. ഓക്കെ, അത് നിയമാനുസൃതമല്ല. അപ്പോൾ ഇതിന് പരാതി കൊടുത്താലും എന്ത് ചെയ്യാം? പോലീസ് അതിനെ ഒരു മിസ്സിംഗ് കേസായിട്ട് കണക്കിലെടുത്ത് അത് കറക്റ്റായിട്ട് തിരിച്ച് എത്തിക്കണം, പേരൻസിൻ്റെ കയ്യിൽ എത്തിക്കണം. നിയമാനുസൃതമായിട്ട് ആർക്കാണോ രക്ഷകർത്തം അവരുടെ കയ്യിൽ എത്തിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ്? അത്തരം ആൾ അപകടത്തിലാണെന്നോ നിയമാനുസൃതമായ രക്ഷകർത്തത്തിൽ അല്ലെങ്കിൽ സംരക്ഷണത്തിലല്ല എന്നോ ആണെങ്കിലും, പിന്നെ എന്താണ്? അത്തരം ആൾ ആപൽക്കരമായ കുറ്റകൃത്യത്തിന് ഇരയായിരിക്കാമെന്നോ. ഇപ്പം കിഡ്നാപ്പിംഗ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരാളെ തട്ടിക്കൊണ്ടുപോയി, ആരാണെന്ന് ഒരു പിടുത്തവും ഇല്ല. പഴയ പോലെ ഒരു ഇന്നോവ അല്ലെങ്കിൽ ഒമിനിയോ ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷെ എന്ത് ചെയ്യാം? ഈ ഒരു കുട്ടി ഡേഞ്ചറിലാണെന്ന് പരാതിയിലൂടെ നമ്മൾ പോലീസിനെ ധരിപ്പിക്കുന്നു. ഇങ്ങനെ ധരിപ്പിക്കുന്ന അവസരത്തിൽ എന്ത് ചെയ്യണം? പോലീസ് കൃത്യമായിട്ട് അത് അന്വേഷിക്കണം. പിന്നെ എന്താണ്? അത്തരം ആൾ ഏതെങ്കിലും കോടതി പ്രഖ്യാപിച്ച നിയമാനുസൃത അവകാശം നടപ്പിൽ വരുത്തുന്നതിൽ നിന്ന് ആരെങ്കിലും തടയുന്നതിനായി സ്വയം ഒളിച്ചിരിക്കുന്നതായോ. അതായത് ഇപ്പം നിങ്ങളുടെ വീട് 2 നിലയാണ്, 2ാമത്തെ നില എന്ത് ചെയ്യുന്നു? നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നു. അവർ 2 മാസം അല്ലെങ്കിൽ 3 മാസം വാടക കൃത്യമായിട്ട് തന്നു. നിങ്ങളുടെ സുഹൃത്താണെന്ന് വിചാരിക്കുക, നിങ്ങൾ 2 മാസം 3 മാസം കൃത്യമായിട്ട് വാടക തന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഒരു 1.5 വർഷത്തോളം അവർ വാടക തരുന്നില്ല, അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഫ്രണ്ട് ആയതുകൊണ്ട് നമ്മൾ സാരമില്ല എന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഒരുപാടായപ്പോൾ നമ്മൾ ചോദിക്കുന്നു, അവർ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു, നമ്മൾ പരാതി കൊടുക്കുന്നു. കോടതി എന്ത് പറഞ്ഞു? ആ കൊടുക്കേണ്ട പൈസയും അതിൻ്റെ കുടിശ്ശിക എല്ലാം കൂടെ ചേർത്ത് ഒരു വലിയൊരു തുക കൊടുക്കണം എന്ന് പറയുന്നു. അപ്പം ഈ ആൾ എന്ത് ചെയ്യുന്നു? ഈ ആൾ അവിടുന്ന് ഒളിച്ചു പോവുകയാണ്. കാരണം എന്താ? അവിടെ കോടതി പ്രഖ്യാപിച്ച നിയമാനുസൃതമായ അവകാശം അല്ലെങ്കിൽ അതായത് എന്താ ഈ പറഞ്ഞ ആ ഒരു തുകയും അതിൻ്റെ ഒരു കുടിശ്ശികയും കൂടെ കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കും അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇയാൾ പോയി ഒളിച്ച് താമസിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? പോലീസ് കേസ് അന്വേഷിച്ച് ആളെ എടുക്കണം. അപ്പം വിശ്വസിക്കാൻ തക്ക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥർ കൊഗ്നിസബിൾ കുറ്റത്തിന് നിർണ്ണയിക്കപ്പെട്ടതിന് സമാനമായ രീതിയിൽ വിവരം രജിസ്റ്റർ ചെയ്ത് കാണാതെ അയാളെ കണ്ടെത്താൻ സ്വതരം പ്രവർത്തിക്കേണ്ടതാണ്. ഓക്കെ, അപ്പം ഇതുപോലുള്ള കേസുകൾ വരുമ്പം ഈ ഒരു 57 അനുസരിച്ചിട്ടുള്ള കേസുകൾ വരുമ്പം അതിനെ ഏത് രീതിയിലാണ് അതിൻ്റെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൊഗ്നിസബിൾ ഒഫൻസ് എന്ന രീതിയിലുള്ള കേസ്. കാരണം മാൻമിസിംഗ് അവിടെ സംഭവിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും കൊഗ്നിസബിൾ ആണ്. കാരണം എന്താ? ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ആ രാജ്യത്തിൻ്റെ ഒരു സ്വത്തായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഒരു സ്വത്ത് കാണുന്നില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയൊരു ഒഫൻസാണ്. അപ്പോൾ അതിന് എന്തായിട്ട് കണക്കാക്കുന്നു? കൊഗ്നിസബിൾ ഒഫൻസ് ആയിട്ട് കണക്കാക്കിയാണ് ഇതിനെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കേസ് അന്വേഷിക്കേണ്ടതെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ 57ന്റെ 2ാമത്തെ സബ് ക്ലോസിൽ എന്താണ് പറഞ്ഞത്?
അതായത് ഇത്തരം ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ നിയോഗിക്കുന്ന മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, ഇപ്പം നേരെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് അല്ലെങ്കിൽ SP-ക്കാണ് ഈ ഒരു പരാതി അന്വേഷിക്കാൻ നിയോഗിച്ചത്. പക്ഷേ SP എന്ത് ചെയ്യുന്നത്, CIക്ക് പരാതിയുടെ ചുമതല അല്ലെങ്കിൽ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ചുമതല CIക്ക് കൊടുക്കണം. അപ്പോൾ എന്താണ്, CI ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ആളുകളെ സാക്ഷിയായിട്ട് കണ്ട് ആ ഒരു സാക്ഷികളെ ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, ഏതൊരു സ്ഥലത്തും പരിശോധന നടത്തുവാൻ ചെയ്യാവുന്നതാണ് എന്നാണ് ഈ ഒരു ക്ലോസിൽ പറയുന്നത്, വ്യക്തമാക്കുന്നത്. ഓക്കെ, പിന്നെ സെക്ഷൻ 3 പറയുന്നത് വെച്ചാൽ ഇത്തരം അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് ഈ ഒരു കേസ് അന്വേഷിക്കാൻ നിയോഗിതനായ ഉദ്യോഗസ്ഥൻ ഈ ഒരു സാക്ഷികളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും എന്ത് ചെയ്യണം, സാക്ഷികൾ മൊഴി കൊടുക്കണം. ഓക്കെ, അപ്പം ഈ ഒരു സാക്ഷികൾ കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള മൊഴി കൊടുക്കുകയും ആ ഒരു മൊഴിയുടെ പകർപ്പ് ആർക്ക് കൊടുക്കണം, തിരിച്ച് സാക്ഷിക്ക് കൊടുക്കണം. സാക്ഷി അത് എന്ത് ചെയ്യണം, പകർപ്പ് ലഭിച്ചതിന് ശേഷം അത്തരം പകർപ്പ് ലഭിച്ചതായി സാക്ഷി ഒപ്പിട്ട് നൽകുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് 57-ന്റെ ക്ലോസ് 3 പറയുന്നത്. ഓക്കെ, അപ്പം 57-ന്റെ 4 സബ് ക്ലോസ് 4 പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ വകുപ്പ് പ്രകാരമുള്ള എല്ലാ തെരച്ചിലുകളിലും BNSSന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് നടത്തേണ്ടതാണ്. കാരണം നേരത്തെ CRPC ആയിരുന്നു, ഇപ്പോൾ അത് ഏതാണ്, CRPC മാറിയിട്ട് ഇപ്പോൾ ഏതാ വന്നിരിക്കുന്നത്, BNSS ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ BNSSന്റെ വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് വേണം ഈ തെരച്ചിലുകൾ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. അതുപോലെ തന്നെ എന്താണ്, അന്വേഷണത്തിൽ ആളിനെ കണ്ടെത്തി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ ഉത്തരവാദിത്തമുള്ള രക്ഷകർത്താക്കളെ എന്ന് വെച്ചാൽ നേരത്തെ കോടതി ഇന്നയാൾ രക്ഷകർത്താവല്ല എന്ന് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കല്ല, ആരാണോ ആ ഒരു കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് അവർക്കാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ചില സിറ്റുവേഷൻസിൽ പേരൻസ് ഉണ്ടായില്ല, 2 പേരൻസും നോക്കിയായിരിക്കും കുട്ടികളെ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മറ്റേതെങ്കിലും ആളെ ആയിരിക്കും രക്ഷകർത്താവായിട്ട് കാണുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലപ്പം അവരുടെ വല്യമ്മയോ അല്ലെങ്കിൽ വല്യച്ഛൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ആ ഒരു രക്ഷകർത്തം ആ ഒരു ഗാർഡിയൻഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, അവരെയാണ് ഇത് അറിയിക്കേണ്ടത്. അതായത് രക്ഷകർത്താക്കളെ രേഖാമൂലം ഏൽപ്പിക്കുകയോ അധികാരമുള്ള മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുകയോ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ജസ്ന കേസ് നമുക്കൊക്കെ പരിചയമുള്ളൊരു കേസാണ് അല്ലേ, ജസ്ന ഫാത്തിമയുടെ തിരോധാനം എന്നൊക്കെ പറഞ്ഞ് കേസുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ എന്താണ്, ഫസ്റ്റോ അല്ലെങ്കിൽ 1-2 ഡേയ്സിലൊക്കെയാണ് കണ്ടെത്തുമെങ്കിൽ തീർച്ചയായിട്ടും അവരെ രക്ഷകർത്താവിൻ്റെ കൂടെ വിടും. പക്ഷേ അതേസമയം ആ കേസ് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയി കോടതി ഇടപെട്ടു. അപ്പോൾ അങ്ങനെ വരുന്നൊരു കേസാകുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു കുട്ടിയെ കിട്ടിക്കഴിയുമ്പം കോടതിയിലാണ് ഹാജരാക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് രക്ഷകർത്താവിന് കോടതി പറഞ്ഞ പോലെ വിട്ടുകൊടുക്കാൻ പറ്റും. അപ്പം ഇതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഏതൊരു രക്ഷകർത്താക്കളെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുകയോ ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്രകാരം ഹാജരാക്കപ്പെടുന്ന ആൾ ഒരു സ്ത്രീയോ കുട്ടിയോ ആണെങ്കിൽ എന്ത് ചെയ്യണം, ആ വ്യക്തിയുടെ സ്വകാര്യതയും താല്പര്യവും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ മജിസ്ട്രേറ്റ് സ്വീകരിക്കേണ്ടതാണ്. സ്ത്രീയോ കുട്ടിയോ ആണെങ്കിൽ അതിന് പ്രത്യേക പരിഗണനയുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് എന്ത് സ്വകാര്യത മാനിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ആ ഒരു കേസിൽ അപ്പോൾ ഓക്കെ ആണല്ലോ, അത്രയും ക്ലിയർ ആണല്ലോ. അപ്പം 37 നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട് അല്ലേ, ഏതാണ് പറഞ്ഞ 37 എന്നോട് പറഞ്ഞു, നമ്മളിപ്പോൾ തന്നെ 2-3 തവണ പറഞ്ഞു. ഏതാണ്, സ്വകാര്യ സ്ഥലത്ത് പോലീസിൻ്റെ പ്രവേശനത്തെ സംബന്ധിച്ചാണ് 37 പറഞ്ഞത്. 38 എന്താണ് പറഞ്ഞത്, 38 കുറ്റകൃത്യം തടയുന്നതിനെ പറ്റി അല്ലേ, കുറ്റകൃത്യം തടയുന്നതിനെ പറ്റിയാണ്. അതായത് പോലീസുകാർ കുറ്റകൃത്യം തടയുന്നതിനെ പറ്റിയാണ് 38 പറയുന്നത്. 39 എന്താണ് പറഞ്ഞത്, പോലീസുകാരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ് 39 പറഞ്ഞത്. പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്, ഏതാ പഠിച്ച അടുത്ത നിയമം 57 നമ്മളിപ്പോൾ പഠിച്ചു. 57ാമത്തെ നിയമം നമ്മളിപ്പോൾ പഠിച്ചു. ഏതാണ് 57 നിയമം, എന്താണ് പറഞ്ഞത്, 57 നിയമം കാണാതായ ആളെ കണ്ടെത്താനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ 57 പറയുന്നത്. വ്യക്തമാണല്ലോ അവിടം വരെ. ഇപ്പോൾ 61 എന്താ പറഞ്ഞത്, പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ് അല്ലേ. ഇത് ഏത് സിനിമയാണെന്ന് ഓർമ്മയുണ്ടോ, സിനിമയൊന്നും കാണുന്നില്ല, പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സിനിമയൊന്നും കാണുന്നില്ല, നിർത്തിയോ? ഓക്കെ, പറക്കുന്തളി കേട്ടോ, പറക്കുന്തളി മൂവിയിലെ സീനാണ് അല്ലേ, കൊച്ചിൻ ഖലീഫ ട്രാഫിക് നിയന്ത്രിക്കുന്നത് അല്ലേ. എന്താ പറഞ്ഞത്, എന്താ ഇപ്പോൾ കലൂര് കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി ഇത്രയും ട്രാഫിക് വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പം പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ് എന്ന് പറഞ്ഞതാണ് 61 പറയുന്നതാണ് കേട്ടോ. 61 57 നമ്മൾ കഴിഞ്ഞു. 57 എന്താണ് പറഞ്ഞിരുന്നത്, ഒന്ന് ഓർത്ത് വയ്ക്കുക. 57 എന്താ പറഞ്ഞിരുന്നത്, കാണാതായ ആളെ കണ്ടെത്തുന്നതിന് പോലീസ് ശ്രമിക്കേണ്ടതാണെന്ന് പറഞ്ഞത് ഏതിലാണ്, 57 അല്ലേ. അവിടെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, അത് നിങ്ങളൊരു കഥ പോലെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് 2-1 ഈൽ എന്ത് ചോദിച്ചു അങ്ങനെയൊന്നും ചോദിക്കത്തൊന്നുമില്ല, അത്രയൊന്നും ഡെപ്തിലോട്ട് പോകത്തില്ല KP ആക്ടിൽ. ഓക്കെ, KP ആക്ടിൽ നിങ്ങൾ എന്താണ് സംഭവം എന്ന് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ,
അപ്പം നമുക്ക് പോകാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ഇടണം. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങൾക്ക് അത് എന്താണ് മനസ്സിലായെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങളത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. ശരി, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. എന്താണ് പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ്. നേരത്തെ നമ്മൾ ആ ഒരു ഇമേജ് ഒക്കെ കണ്ടിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ 61 സിമ്പിളാണ്, വേറെ സബ് ക്ലോസോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ പോലീസ് ട്രാഫിക് നിയന്ത്രിക്കുന്നതാണ് 61 എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ട്രാഫിക്കൊക്കെ എത്ര മിനിറ്റാണ് വരുന്നത്? ഏതാണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ചിലയിടത്തൊക്കെ ഒരു 60 മിനിറ്റ് ഒക്കെ ആയിരിക്കുകയാണെങ്കിൽ അപ്പോൾ 61 എന്ന് വെച്ചാൽ ആ രീതിയിൽ വേണേൽ കണക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കിപ്പം WCP വളരെ അടുത്തുള്ളവരുണ്ട്, CP അടുത്ത വീക്കിലാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് നാളത്തേക്ക് ഇത് ഓർമ്മയിൽ വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങളത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ശരി, അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ക്രമരാഹിത്യം, അതായത് എന്താ അവിടുത്തെ ഒരു ഓർഡർ കാര്യങ്ങൾ അല്ലേ? ഇപ്പോൾ വൺ വേ കൂടെ വണ്ടി ഇങ്ങോട്ട് വരുന്നതൊക്കെ എന്താ ക്രമരാഹിത്യമാണ്. അതുപോലെ എന്താ തടസ്സം, അപകടം എന്നിവ ഒഴിവാക്കുന്നതിന് വേണ്ടി പൊതുസ്ഥലങ്ങളിൽ ട്രാഫിക് ക്രമീകരിക്കാവുന്നതും നിയന്ത്രിക്കാവുന്നതും അതിനായി ബന്ധപ്പെട്ടവർക്കെല്ലാം ന്യായമായ നിർദ്ദേശങ്ങൾ നൽകാവുന്നതും അത്തരം നിർദ്ദേശങ്ങൾ എല്ലാവരും അനുസരിക്കേണ്ടതുമാണ്. അത്രയുള്ള സംഭവം വളരെ എളുപ്പമാണ് അല്ലേ? പോലീസ് ട്രാഫിക് ക്രമീകരിക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. ക്രമരാഹിത്യം, തടസ്സം, അപകടം ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് പോലീസ് എന്ത് ചെയ്യണം? അവിടെ ട്രാഫിക് കൃത്യമായിട്ട് നിയന്ത്രിക്കണം എന്നതേ ഉള്ളൂ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചോദിക്കുകയില്ല, സിമ്പിളാണ്. ഇപ്പം ഈ ഇമേജൊക്കെ ഓർമ്മയുണ്ടല്ലോ, 61. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് പോകാം. 64 കമ്മ്യൂണിറ്റി പോലീസിങ്. നമ്മൾ പറഞ്ഞില്ലേ 37 മുതൽ അഞ്ഞി നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ നോക്കാം കേട്ടോ. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്നുകൂടെ നോക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാം. ഇപ്പം 39 വരെ നിങ്ങൾക്ക് തറവാണ്, 57 കാണാതെ അയാളെ കണ്ടെത്തുക, 61 ട്രാഫിക്, പോലീസിൻ്റെ ട്രാഫിക് നിയന്ത്രണം. ശരി, അപ്പോൾ നമുക്ക് ഇനി 64 പോകാം. എന്താണ് കമ്മ്യൂണിറ്റി പോലീസിങ്? എന്താണ് കമ്മ്യൂണിറ്റി പോലീസിങ്? പോലീസ് സ്റ്റേഷനിൽ ചായ ഒക്കെ കിട്ടാറുണ്ടോ? ജനമൈത്രി അല്ലേ? ജനമൈത്രി സുരക്ഷ എന്ന് പറയും അല്ലേ? കമ്മ്യൂണിറ്റി പോലീസിംഗ് പറഞ്ഞ വേറൊരു പേര്, നമ്മുടെ നാട്ടിൽ നമ്മൾ തന്നെ പറഞ്ഞ പേര് എന്താണ്? ജനമൈത്രി സുരക്ഷ എന്ന ഒരു പേരിലാണ് നമ്മളത് വിളിക്കുന്നത്. അതായത് ജനങ്ങളും പോലീസും കൂടെ ക്ലബ് ചെയ്തിട്ട് അവിടുത്തെ ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ പോലീസ് വളരെയധികം ഫ്രണ്ട്ലി ആവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കമ്മ്യൂണിറ്റി പോലീസിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ താഴെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മീശമാധവൻ്റെ ഇമേജാണ്. മീശമാധവനിൽ പോലീസും ജനവും ഒരുമിച്ച് പോകുന്നുള്ള രീതിയിലാണ് ഞാൻ അത് ഇട്ടിട്ടുള്ളൂ. പോലീസും കള്ളനുമായിട്ട് കാണണ്ട, പോലീസും ഒരു ജനം എന്ന രീതിയിൽ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ക്ലോസ് ആണ്. ഇത്രയുള്ള കമ്മ്യൂണിറ്റി പോലീസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ജില്ലാ പോലീസ് മേധാവി പോലീസിൻ്റെ കൃത്യനിർവഹണത്തിൽ പൊതുവായ സഹായം നൽകാൻ വേണ്ടി ആ പ്രദേശത്തെ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധികൾ എന്ന നിലയിൽ തദ്ദേശവാസികൾ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ ഓരോ പോലീസ് സ്റ്റേഷനു വേണ്ടിയും രൂപീകരിക്കേണ്ടതാണ്. ഓക്കെ, അതായത് ഇത് രൂപീകരിക്കേണ്ടത് ആരാണ് ഈ ഒരു കമ്മ്യൂണിറ്റി പോലീസിംഗ് രൂപീകരിക്കേണ്ടത് ആരാണ്? ജില്ലാ പോലീസ് മേധാവി കേട്ടോ. ജില്ലാ പോലീസ് മേധാവിയാണ് ഇത് രൂപീകരിക്കേണ്ടത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിക്കേണ്ടത്? ജില്ലാ പോലീസ് മേധാവി കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിക്കേണ്ടത്? പോലീസിൻ്റെ കൃത്യനിർവഹണത്തിൽ പൊതുവായ സഹായം നൽകാൻ അല്ലേ? പോലീസിന് എന്ത് ചെയ്യണം? നാട്ടുകാരുടെ സപ്പോർട്ടും എല്ലാം വേണം, സഹകരണവും സപ്പോർട്ടും എല്ലാം ഉണ്ടെങ്കിലാണ് കൃത്യമായിട്ട് പോലീസിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല പോലീസിൻ്റെ എണ്ണം അറിയാമല്ലോ, ഓരോ സ്റ്റേഷനിലെ എണ്ണം അറിയാമല്ലോ. ഇവർക്ക് എല്ലാ സ്ഥലത്തും എത്താൻ പറ്റത്തില്ല. ഇപ്പോൾ ചില പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര അധികം വിസ്തൃതിയായിരിക്കും, പക്ഷേ ഇവിടെ എല്ലാ സ്ഥലത്തും അവർക്ക് ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഓരോ ആളുകളുടെയും സപ്പോർട്ട് ലഭിക്കും. ഇതെന്താണ് നമ്മളെല്ലാം കൃത്യമായിട്ട് നോക്കട്ടെ. ഇത് കുറച്ച് ക്ലോസുകളുണ്ട്, പക്ഷേ അത് എളുപ്പമാണ്, നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പം ആ പ്രദേശത്തെ കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധികൾ എന്ന നിലയിൽ തദ്ദേശവാസികൾ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ അല്ലേ? അതാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ്. ഇതാണ് ഓരോ പോലീസ് സ്റ്റേഷനു വേണ്ടിയും രൂപീകരിക്കേണ്ടതാണ്. ഓരോ പോലീസ് സ്റ്റേഷനു വേണ്ടിയും രൂപീകരിക്കേണ്ടതാണ്. ആര് രൂപീകരിക്കണം? ജില്ലാ പോലീസ് മേധാവിയാണിത് രൂപീകരിക്കേണ്ടത്. എവിടെ? ഓരോ പോലീസ് സ്റ്റേഷനു വേണ്ടിയും ആരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്? ആ സ്ഥലത്തെ തദ്ദേശവാസികളായ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്. എന്തിനു വേണ്ടിയിട്ട്? പോലീസിന് ആ ഒരു ജനങ്ങളുടെ ആ ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ സഹകരണമൊക്കെ കിട്ടി കൃത്യമായിട്ട് പോലീസിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി പോലീസിംഗ് രൂപീകരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പം സെക്ഷൻ 64 കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ പറ്റി പറഞ്ഞതെന്ന് കൃത്യമാണല്ലോ. സെക്ഷൻ 64 എന്തിനെ പറ്റി പറയുന്നു? കമ്മ്യൂണിറ്റി പോലീസിങ്ങിനെ പറ്റി പറയുന്നു. അല്ലെങ്കിൽ എന്താ ജനമൈത്രി സുരക്ഷ എന്നൊക്കെ പറഞ്ഞ എന്താണ്? കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണ്. അല്ലെങ്കിൽ ജനമൈത്രി സുരക്ഷ ഏത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 64 ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ 64ാമത്തെ രണ്ടാമത്തെ ക്ലോസ് ഒന്ന് നോക്കാം. കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ പോലീസ് സ്റ്റേഷൻ അധികാരപരിധിയിലുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സേവന തൊഴിൽ മേഖലകളിലുള്ളവർക്കും സ്ത്രീകൾ, പട്ടികജാതി പട്ടിക ഗോത്ര വിഭാഗങ്ങൾ എന്നിവർക്കും ന്യായമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കേണ്ടതാണ്.
ഓക്കെ. അപ്പം ഈ ഒരു കമ്മ്യൂണിറ്റി പോലീസിംഗ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ പോലീസ് സ്റ്റേഷനിൽ അവിടെ ആ ഒരു അധികാര പരിധിയിലുള്ള ആർക്കൊക്കെയാണ് ആ ഒരു പ്രാതിനിധ്യം വേണ്ടതെന്ന് ചോദിച്ചാൽ ആർക്കൊക്കെയാണ്? എല്ലാ വിഭാഗങ്ങളിലും സേവന, അതുപോലെ എന്താ തൊഴിൽ മേഖലകളിലുള്ളവർക്ക്, സ്ത്രീകൾക്ക്, പട്ടികജാതിയിലുള്ളവർക്ക്, പട്ടിക ഗോത്രവർഗത്തിലെ വിഭാഗങ്ങളിൽ പെടുന്നവർക്ക്, ഇവർക്ക് എല്ലാവർക്കും എന്ത് വേണം? ന്യായമായ പ്രാതിനിധ്യം അതിലുണ്ടായിരിക്കണം. ഓക്കെ. അതായത് എല്ലാ രീതിയിലുള്ള ആളുകളും, ഇപ്പം സ്ത്രീകൾ, കുട്ടികൾ അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, കുട്ടികളതിലില്ല കേട്ടോ, കുട്ടികളതിലില്ല. സ്ത്രീകൾ, പട്ടികജാതി പട്ടികവർഗ എന്ന രീതിയിലാണ് പറഞ്ഞത്. അതുപോലെ എല്ലാ തൊഴിൽ സേവന മേഖലകളിൽ നിന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് നോക്കാം അല്ലേ. ഇപ്പം ഇതിനകത്ത് ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇദ്ദേഹം നാട്ടിലൊരു പ്രമുഖ ആളാണല്ലോ, ഒരു പ്രമുഖ വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ജനങ്ങൾക്കിടയിൽ അധികം ഒരു ചെറിയ ഹോൾഡുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാൾ എന്ന രീതിയിൽ, ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ഒരാൾ എന്ന രീതിയിൽ ആളെ കാണാം. പിന്നെ ആരാണ്? സ്ത്രീകളുണ്ട് അല്ലേ, സ്ത്രീകളുണ്ട്. പിന്നെ ആരാണുള്ളത്? ഒരു തൊഴിൽ ചെയ്യുന്നയാളാണ് അല്ലേ. പുള്ളി ചായക്കട നടത്തുകയാണ്, ചായക്കട നടത്തുക ഒരു തൊഴിലാണ്, അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലാണ്, അദ്ദേഹം അത് ചെയ്യുകയാണ്. പിന്നെ തന്നെ വക്കീലായിട്ടുള്ള ഒരാളാണ്, വക്കീലായിട്ടുള്ള ആളാരാണ്? സേവനം ചെയ്യുന്നയാളാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ജനമൈത്രി അല്ലേ, പോലീസും ജനവും തമ്മിൽ വളരെയധികം സൗഹൃദത്തിൽ പോകാനായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയൊക്കെ രൂപീകരിക്കുന്നത് ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ അതിൽ ആരൊക്കെ ഉൾപ്പെടണമെന്ന് നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. തൊഴിൽ സേവന മേഖലയിൽ, വിവിധ തൊഴിൽ സേവന മേഖലയിലുള്ളവർ, സ്ത്രീകൾ, പട്ടികജാതി പട്ടിക ഗോത്രവർഗ വിഭാഗങ്ങളിൽ പെടുന്നവർ. ഓക്കെ, കുട്ടികൾ അതിലില്ല എന്നൊരു ഓർമ്മ വേണം. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു നാട്ടിലെ എല്ലാ തരത്തിലുള്ള ആളുകളുടെയും അല്ലേ, ഇപ്പം സ്ത്രീകൾ, കുട്ടികൾ എന്നൊക്കെ, അല്ലെങ്കിൽ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അവർ പൊതുവെ സമൂഹം കണക്ക് നമ്മുടെ കേരളമൊക്കെ വളരെയധികം മികച്ചതാണ് കേട്ടോ. പക്ഷേ ബാക്കിയുള്ള ഒരു രീതിയിലൊക്കെ എടുത്താൽ എങ്ങനെയാണ്? അവർ പൊതുവെ ഇതുപോലെയുള്ള ഒരു കാര്യങ്ങളിലും ഒന്നും ഇടപെടുന്ന ആളല്ല, അല്ലെങ്കിൽ മുന്നിലേക്ക് സമൂഹത്തിൻ്റെ ഇതുപോലെയുള്ള ആ ഒരു സദസ്സിലേക്കൊന്നും വരുന്ന ആളല്ല. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളവരെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരെയും പ്രാതിനിധ്യം അവിടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമ്പർക്ക സമിതി അല്ലെങ്കിൽ ഒക്കെ നടക്കുന്ന സമയത്ത് ആരാണ് അവരെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം പറയും. അതുപോലെ എന്താ, ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇവർ നോക്കുന്ന ആ ഒരു ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യും? പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? പോലീസിന് അവിടെ എത്തി ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇത് അറിയപ്പെടാതെ പോകും അല്ലേ. ഈ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അറിയപ്പെടാതെ പോകുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലോസ് 3 എന്താ പറഞ്ഞാൽ 64 നമ്മൾ പഠിച്ചിരുന്ന 64 കമ്മ്യൂണിറ്റി പോലീസിങ്. കമ്മ്യൂണിറ്റി പോലീസിന് വേറെ പേരാണ് എന്ത്? ജനമൈത്രി സുരക്ഷ കേട്ടോ, ജനമൈത്രി സുരക്ഷ. ശരി. അപ്പോൾ അതിൻ്റെ ക്ലോസ് 3 എന്താണെന്ന് പറഞ്ഞത്? ക്രിമിനൽ കോടതി തൊട്ടു മുമ്പുള്ള 5 വർഷക്കാലയളവിൽ തടവിന് ശിക്ഷിച്ചതോ അല്ലെങ്കിൽ അഴിമതി, സാൻമാർഗികപതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഏതെങ്കിലും ഉദ്യോഗത്തിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതോ, നീക്കം ചെയ്തതോ, ഡിസ്ചാർജ് ചെയ്തതോ അല്ലെങ്കിൽ നിർബന്ധിതമായി വിരമിക്കൽ നൽകിയതോ ആയ യാതൊരാളെയും കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ ഒരംഗമായി നാമനിർദ്ദേശം ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ സ്വഭാവ ദൂഷ്യം അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ടവർ, തൊഴിലിൽ നിന്നൊക്കെ പുറത്താക്കപ്പെട്ടവരെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താറില്ല. എങ്ങനെ? ക്രിമിനൽ കോടതി തൊട്ട് മുമ്പുള്ള 5 വർഷക്കാലയളവിൽ. വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എന്താണ്? തൊട്ട് വർഷത്തെ 5 കാലയളവിൽ ക്രിമിനൽ കോടതി ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ, അതായത് അഴിമതി, സാൻമാർഗികപതനം ഇതുപോലുള്ള കാരണങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്താണ് മറ്റ് ചില ഒരു പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ സമൂഹത്തിന് മോശമാവുന്ന രീതിയിൽ അല്ലെ, കഞ്ചാവ് വിറ്റ് നടന്നവർ, ഇതുപോലുള്ളവരൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. പക്ഷെ എന്താ, ക്രിമിനൽ കോടതി 5 വർഷ കാലയളവിൽ തടവിനെ ശിക്ഷിച്ചതോ അഴിമതി നടത്തിയതോ ആയ ആളെയാണെങ്കിൽ അതിന് ശേഷം വേണേൽ പരിഗണിക്കാം അല്ലേ. അപ്പോൾ അതിനകത്തേക്ക് ഒന്നും പറയുന്നില്ല. അവിടെ 5 വർഷം എന്ന രീതിയിലാണ് അവിടെ ഒരു വിലക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ 64 എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? കമ്മ്യൂണിറ്റി പോലീസിംഗ് അല്ലേ, കമ്മ്യൂണിറ്റി പോലീസിംഗ് അല്ലെങ്കിൽ ജനമൈത്രി സുരക്ഷ. ശരി. അപ്പോൾ 64 3 എന്താണ് പറഞ്ഞത്? 3 പറഞ്ഞത് കുറച്ച് എക്സെപ്ഷൻസ് ആണ്. അതായത് ചില തരത്തിലുള്ള ആളുകളെ ഇതിൽ ഉൾപ്പെടുത്താനേ പാടില്ല. സമൂഹത്തിന് ആപൽക്കരമായ ദോഷകരമായിട്ടുള്ള ചില വ്യക്തികളുണ്ട്, അവരെ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്താൻ പാടില്ലെന്നാണ് ഈ 64 3 പറയുന്നത്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ആരെയാണ്? ക്രിമിനൽ കോടതി തൊട്ട് മുമ്പുള്ള 5 വർഷക്കാലയളവിൽ തടവിന് ശിക്ഷിച്ചതോ കേട്ടോ. ക്രിമിനൽ കോടതി ശിക്ഷിക്കണം. ആരെയാണ്? തൊട്ട് മുമ്പേ ഉള്ള 5 വർഷക്കാലയളവിൽ തടവിന് ശിക്ഷിച്ചതായിട്ടുള്ള ഒരു വ്യക്തി. അല്ലെങ്കിൽ ആരാണ്? സാൻമാർഗികപതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഏതെങ്കിലും ഉദ്യോഗത്തിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതോ അല്ലെ. ഇപ്പോൾ സ്ത്രീകളോട് ഒക്കെ മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ എന്താ ഓഫീസിൽ നിന്ന് മദ്യപിച്ചു, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ കഞ്ചാവ് വിറ്റു, ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവരേതെങ്കിലും ഒരു ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ എന്താണ്
മറ്റ് ഏതെങ്കിലും ഉദ്യോഗത്തിൽ നിന്ന് നീക്കം ചെയ്യുകയോ ഒക്കെ ചെയ്ത ആളാണെങ്കിൽ അവരെന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു കമ്മ്യൂണിറ്റി പോലീസിങ്ങിനകത്തേക്ക് അവരെ ഉൾപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 വർഷം പറയുമ്പോൾ എന്താണ് പറഞ്ഞത്, 5 വർഷം എന്നൊരു കാര്യം ഓർക്കണം കേട്ടോ. ക്രിമിനൽ കോടതി തൊട്ട് മുന്നിലുള്ള 5 വർഷ കാലയളവിൽ തടവിന് ശിക്ഷിച്ച ആ ഒരു കാര്യം ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കണം. അത് 5 വർഷമാണ്. ക്രിമിനൽ കോടതി ശിക്ഷിച്ചതാണ് 5 വർഷമാണ്. ഏതെങ്കിലും കോടതി ശിക്ഷിച്ചെന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല, ക്രിമിനൽ കോടതിയാണ്. കാരണം സിവിൽ കോടതിയൊക്കെ ഉണ്ട്. സിവിൽ കോടതിയൊക്കെ എന്താണ്, അത് വസ്തുവിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്നതാണ്. അപ്പം സിവിൽ കോടതിയല്ല, ക്രിമിനൽ കോടതി 5 വർഷം ശിക്ഷിച്ചതാണെന്നുള്ള ഒരു ഓർമ്മയിൽ നിങ്ങളുടെ ഇരിക്കണം. അല്ലേ, ഈ ഒരു മീം നോക്കിയാൽ പുള്ളി ഒരു ക്രിമിനലായിട്ട് അല്ലേ ആൾക്കാരെയൊക്കെ ഇടിച്ച് ഒക്കെ നടന്നയാളാണ്. പക്ഷെ പിന്നീട് ആൾ എന്ത് ചെയ്യുന്നു, ഒരു 5 വർഷം കഴിയുന്ന ഒരു സമയത്ത്, തടവൊക്കെ കഴിഞ്ഞ് 5 വർഷം കഴിയുന്ന സമയത്ത് ആളെ എന്താണ് അത്യാവശ്യം സെറ്റായിട്ട് വരികയാണ് അല്ലേ, ദുബായ് ജോസായിട്ട് തിരിച്ചു വരികയാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ആൾ കുഴപ്പമില്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആളെ എന്ത് ചെയ്യാം, ആളെ കമ്മ്യൂണിറ്റി പോലീസിങ്ങിൽ ഉൾപ്പെടുത്താം അല്ല. അപ്പോൾ ഇതിലെന്താ പറയുക, തൊട്ട് മുന്നേയുള്ള ക്രിമിനൽ കോടതി തൊട്ട് മുമ്പേ ഉള്ള 5 വർഷ കാലയളവിൽ ശിക്ഷിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് 5 വർഷങ്ങളൊരു ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകുന്നതായിട്ട് അവിടെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ 5 വർഷം കഴിഞ്ഞിട്ടാണ് ആൾ വരുന്നതെങ്കിൽ ആളെ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലായിരിക്കാം. അപ്പോൾ ഈ 64-ൻ്റെ അതായത് കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ 4ാമത്തെ സബ് ക്ലോസ് പറഞ്ഞത് ചില പ്രദേശങ്ങളിൽ അവിടെ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഒരു കർമ്മ പദ്ധതി രൂപീകരിക്കണം. നിങ്ങൾ ആ ഒരു രീതിയിൽ പഠിച്ചാൽ മതി. ആ ഭാഗത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ചില കർമ്മ പദ്ധതികൾ രൂപീകരിക്കണം എന്നുള്ള രീതിയിൽ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ തീരദേശങ്ങൾ, നിങ്ങൾ ഈ താഴെ കാണുന്ന പോലെ ഈ ഒരു തീരദേശങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ട്, കടലോര ജാഗ്രത സമിതി എന്നൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് തീരദേശങ്ങളിൽ, കടലോര ജാഗ്രത സമിതി. അപ്പോൾ ഈ സമിതിയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികൾ ഇവർ മത്സ്യബന്ധനത്തിനായിട്ട് കടലിലേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിഗ്നലുകൾ ലഭിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇവർ പോലീസിനെ അത് ഇൻഫോം ചെയ്യണം. എങ്കിൽ അവിടെ പോലീസിന് ആക്റ്റീവായിട്ട് അവിടെ ആ ഒരു സ്ട്രിക്റ്റ് ആക്ഷൻസ് എടുക്കാനും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ചിലപ്പോൾ കോസ്റ്റ് ഗാർഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനോ നേവിയായിട്ട് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് ആ ഒരു ആക്ടിവിറ്റിയെ എന്ത് ചെയ്യണം, ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം പോലീസിനും ഇതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, ഒരുപാട് കടലിലേക്ക് ഒന്ന് പോയി അങ്ങനെ പെട്രോളിംഗ് നടത്താനോ ഒന്നും അവർക്ക് പറ്റാറില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കോസ്റ്റ് ഗാർഡിൻ്റെ പരിധിക്കും അതുപോലെ ആ ഒരു കടലിൻ്റെ തീരത്തിൻ്റെ ഉള്ളിലും ഇടയ്ക്കുമായിട്ട് വരുന്ന ഒരു ഏരിയയിൽ അവിടെ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഫിഷർമാനാണ് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ അവർക്കായിരിക്കും ഈ ഒരു കാര്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്തിട്ടുണ്ട്, അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു കർമ്മ പദ്ധതി വികസിപ്പിച്ചിട്ടുണ്ട്. അതാണ് എന്ത്, കടലോര ജാഗ്രത സമിതി എന്ന് പറയും, കടലോര ജാഗ്രത സമിതി. അപ്പം ഈ സമിതിയിലെ അംഗങ്ങൾ എന്താണ്, കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ ഭാഗമാണ്. ഇവരെന്ത് ചെയ്യും, ഇവർ പോലീസുകാർക്ക് അവർക്ക് എന്തെങ്കിലും സംശയാസ്പദമായ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അവർ പോലീസിനെ ഇൻഫോം ചെയ്യും. പോലീസ് അവിടെ വേണ്ട ഒരു പ്രോപ്പർ കോർഡിനേഷൻ, ചിലപ്പം കോസ്റ്റ് ഗാർഡായിട്ടായിരിക്കും, ചിലപ്പോൾ ഇന്ത്യൻ നേവി ആയിട്ടായിരിക്കും, ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് ആ ഒരു എന്തെങ്കിലും ഒരു പുറത്തുനിന്നുള്ള അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം അതാണ് 4ാമത്തെ സെക്ഷനിൽ പറയുന്നത്, 4ാമത്തെ സബ് ക്ലോസിൽ പറയുന്നത്. ഇതിൻ്റെ 5ൽ പറയുന്നതാണ് എന്ത്, കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി ആവശ്യാനുസരണം യോഗം ചേരേണ്ടതാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മുടെ ഗ്രാമസഭയൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു സമിതി പ്രവർത്തിക്കുന്നത്. അപ്പം ആ സമിതി എന്ത് ചെയ്യണം, ആവശ്യാനുസരണം യോഗം ചേരണം. യോഗം ചെയ്യുമ്പം അതിൻ്റെ 6-ൽ എന്താണ് പറഞ്ഞത്, അതിൻ്റെ 64-ൻ്റെ ക്ലോസ് 6-ൽ എന്താണ് പറഞ്ഞത്, ഈ യോഗങ്ങളിൽ ആ പ്രദേശത്തെ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണെന്നാണ് അതിൻ്റെ ക്ലോസ് 6-ൽ പറയുന്നത്. ഓക്കെ, അപ്പം ഗ്രാമസഭയൊക്കെ പോലെ തന്നെ ഇവരും യോഗം ചേരും. ആ യോഗത്തിൽ ആർക്കൊക്കെ പങ്കെടുക്കാം, അവിടുത്തെ ആ ഒരു നാട്ടിലെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ പൊതുജനങ്ങൾക്കോ ഒക്കെ തന്നെ അവിടെ പങ്കെടുക്കാൻ വേണ്ടി പറ്റും. ഈ 64-ൻ്റെ 7-ൽ ഓക്കെ 7ാമത്തെ ക്ലോസിൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി എന്ത് ചെയ്യണം, ആ പ്രദേശത്ത് സംഭവിച്ച കുറ്റകൃത്യങ്ങളുണ്ടാവും. ഓക്കെ, അവിടെ ഓൾറെഡി സംഭവിച്ച കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ നടക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, പോലീസിനെ ഇൻഫോം ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇപ്പം ചില സ്ഥലങ്ങളിൽ ചെറിയ മോഷണമൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഇപ്പോൾ ചെറിയ മോഷണം എന്താ, ആളുകൾ റിപ്പോർട്ട് ചെയ്യത്തില്ല. ഇപ്പം പല കേസുകളും ആളുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ചെറിയ മോഷണങ്ങൾ നടക്കുന്നു, ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ ഇത് കൃത്യമായിട്ട് അറിഞ്ഞ് ആ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുകയും പോലീസ് അവിടെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുകയും പിന്നീടുള്ള കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാമോ അതവിടെ അവരെ പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം ഇത് അവരുടെ ഒരു കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി ചെയ്യേണ്ട ഒരു കാര്യമാണ്.
അതുപോലെ എന്താണ് ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ഒരു ഉപസമിതി രൂപീകരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിക്ക് ചിലപ്പോൾ എന്തെങ്കിലും വളരെ മൈനറായിട്ടൊരു ആവശ്യത്തിനായിരിക്കാം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഉപസമിതി രൂപീകരിക്കാൻ വേണ്ടി പറ്റും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഇതുപോലെ കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് ഒരു ഉപസമിതി അവിടെ രൂപീകരിക്കാനും ഒക്കെ തന്നെ പറ്റും. അപ്പോൾ 64ന്റെ 9ാമത്തെ സബ് ക്ലോസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കേണ്ട ചില ബോധവൽക്കരണങ്ങളാണ്. ഈ ഇതിലെ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിലുള്ള അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കൊക്കെ തന്നെ കൊടുക്കേണ്ട ചില ബോധവൽക്കരണങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അതായത് എന്താ, സുരക്ഷിതത്വ ബോധം, രക്ഷാബോധം, കുറ്റകൃത്യ നിവാരണം, നിയമസാക്ഷരത, ഓക്കെ, ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഓരോ പരിപാടികൾ ആവിഷ്കരിക്കാനായിട്ടുള്ളൊരു ചുമതല ഈ ഒരു കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിക്ക് ഉണ്ട് കേട്ടോ. കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിക്ക് അങ്ങനെ അവിടുത്തെ ജനങ്ങൾക്കും അതുപോലെ സമിതിയിലെ അംഗങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ ഇതുപോലുള്ള കാര്യത്തെ പറ്റി നോളജ് കുറവാണ് അല്ലെങ്കിൽ അറിവ് കുറവാണെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഈ ഒരു ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് ആരംഭിക്കാവുന്നതാണ് കേട്ടോ. ഒരു പദ്ധതി കാര്യങ്ങളൊക്കെ ആരംഭിക്കാവുന്നതാണ്. അതുപോലെ എന്താണ് അടുത്ത പറഞ്ഞ എന്താണ്, അടുത്ത പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 10 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്തോണം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ, കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിക്ക് നിയമപ്രകാരമുള്ള പോലീസിൻ്റെ യാതൊരു അധികാരവും ഇല്ല. ഓക്കെ, അതുപോലെ കുറ്റാന്വേഷണമോ ക്രമസമാധാന പാലമോ സമിതി സ്വയം ഏറ്റെടുക്കാൻ പാടില്ല. അതായത് ഈ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയുടെ ആ ഒരു കാര്യമാണ്. അവർക്ക് എന്തില്ല, അവർ പോലീസിൻ്റെ അല്ലെങ്കിൽ പോലീസിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു സമിതി രൂപീകരിച്ചെങ്കിലും അവർക്ക് ഇതിനകത്ത് അല്ലെങ്കിൽ പോലീസിൻ്റെതായ ഒരു പവറോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യാൻ പാടില്ല, കുറ്റം അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ കൊണ്ടുവരാനോ ഒന്നും തന്നെ അവർക്ക് പറ്റിയല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർക്കണം. PYQലായിട്ട് പലതവണ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഓർമ്മ വെച്ചേക്കണം. അപ്പോൾ 64 ക്ലിയർ ആണല്ലോ. 64 എന്താണെന്ന് മനസ്സിലായല്ലോ. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അതല്ല ജനമൈത്രി സുരക്ഷ ഏത് വകുപ്പിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ KP ആക്ടിന് ഏത് വകുപ്പിലാണ് വരുന്നതൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് അറിയാമല്ലോ, കൃത്യമായിട്ട് അറിയാമല്ലോ. 64 ആണെന്ന് അറിയാമല്ലോ. ശരി, അപ്പോൾ നമുക്ക് അതിനൊരു PYQ നമുക്ക് നോക്കാം. ഓക്കെ, PYQ അതാണ്. കമ്മ്യൂണിറ്റി പോലീസിംഗ് കമ്മ്യൂണിറ്റി പോലീസിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് തെറ്റെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തെറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്ത് ഇടണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളും എക്സാമിന് ഇത് ഫോളോ ചെയ്യണം. തെറ്റെന്നൊക്കെ നിങ്ങൾ വന്നാൽ അല്ലെങ്കിൽ ശരിയല്ലാത്തൊന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് അണ്ടർലൈൻ ചെയ്ത് ഇടണം. അപ്പോൾ നമുക്ക് ഓപ്ഷനിലോട്ട് പോവാം. ഓക്കെ, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ന്യായമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം. ഓക്കെ, ശരി. പിന്നെ ഏതാണ്, ഒരു ക്രിമിനൽ കോടതി തടവിന് ശിക്ഷിക്കപ്പെട്ടവരെയോ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയോ ഇതിൽ ഉൾപ്പെടുത്തരുത്. ഓക്കെ, കമ്മിറ്റിക്ക് പോലീസിൻ്റെ എല്ലാ അധികാരവും ഉണ്ടായിരിക്കും. അതുപോലെ സമിതി യോഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ എന്താണ്, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ന്യായമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം. അത് ശരിയാണല്ലേ, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് തെറ്റല്ല, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താണ്, ഒരു ക്രിമിനൽ കോടതി തടവിന് ശിക്ഷിക്കപ്പെട്ടവരെയോ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയോ ഇതിൽ ഉൾപ്പെടുത്തരുത്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നേരത്തെ 5 വർഷം തടവെന്ന് പറഞ്ഞു, പക്ഷേ അങ്ങനെയൊന്നും പറയുന്നില്ല. ഇതിൽ തടവെന്നേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. പിന്നെ എന്താണ്, കമ്മിറ്റിക്ക് പോലീസിൻ്റെ എല്ലാ അധികാരവും ഉണ്ടായിരിക്കും. അത് ശരിയാണോ? കമ്മിറ്റിക്ക് പോലീസ്, ഞാൻ നേരത്തെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. കമ്മിറ്റിക്ക് പോലീസിന് എല്ലാ അധികാരവും ഉണ്ടോ? ഇല്ല അല്ലേ, കമ്മിറ്റിക്ക് പോലീസിൻ്റെ എല്ലാ അധികാരവും ഇല്ല. അതായത് അന്വേഷണം നടത്താനോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള അധികാരവും ഇല്ല. അപ്പം അത് തെറ്റാണ്. പിന്നെന്താണ്, സമിതി യോഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാം. ശരിയല്ലേ, സമിതി യോഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാം, ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതാണ് ശരി ഏതാണ് അല്ല. അപ്പോൾ നമുക്ക് ഇതിലെ ആൻസർ ഏതാണ് വരുന്നത്, തെറ്റേതാണ് വരുന്നത്? അതാണ് ആൻസർ, സി അല്ലേ. സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. 2024 വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിറ്റി പോലീസിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പോലീസ് സർവീസിൽ എല്ലാ വിഭാഗത്തിലും പെട്ടവരെ ന്യായമായ പ്രാതിനിധ്യം, സമൂഹത്തിന് പോലീസ് ചുമതലകൾ ഏൽപ്പിക്കുന്നു, ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിന് സഹായം പോലീസ് തേടുന്നു എന്നുള്ളതാണ്. ഓക്കെ, അന്വേഷണം ഏറ്റെടുക്കുകയോ ക്രമസമാധാനം നടപ്പാക്കുകയും ചെയ്യേണ്ട സമൂഹത്തിൽ നിന്നും പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇതിലേതാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് കൊണ്ട് ഏതാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പഠിച്ചതല്ലേ കമ്മ്യൂണിറ്റി പോലീസിംഗ്, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചല്ലേ. വകുപ്പ് ഏതാ വരുന്നത്? 64 കേട്ടോ, 64 വരുന്നത്. അപ്പോൾ എന്താണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ക്രമസമാധാനം മെച്ചപ്പെട്ട, സി ആണല്ലേ ആൻസർ വരുന്നത്. ക്രമസമാധാനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ പ്രാദേശിക സമൂഹത്തിൻ്റെ സഹായം തേടുന്നു അല്ലേ. പ്രാദേശിക സമൂഹത്തിൻ്റെ സഹായം പോലീസ് തേടുന്നതാണ് അല്ലേ. നമ്മൾ കടലോര ജാഗ്രത സമിതിയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ആ ഒരു
കടൽ വരുന്ന ഏരിയയിൽ അവരുടെ മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ പോലീസ് പ്രവർത്തിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ നമ്മൾ ഇതിന് പറഞ്ഞ വേറൊരു പേരെന്താണ്, ജനമൈത്രി സുരക്ഷ. ഓക്കെ, ശരിയാണ്, ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ അടുത്തിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി 69 അടുത്ത് നോക്കുന്നത്. 69 അഗ്നിബാധ, ദുരന്തം അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന അവസരങ്ങളിൽ നടപടികളാണ് 69 പറയുന്നത്. ഇത് പുലിവാൽ കല്യാണത്തിലെ സീനാണ് അല്ലേ, പുലിവാൽ കല്യാണത്തിൻ്റെ സീനാണ് അല്ലേ. എന്താണ് സംഭവിക്കുന്നത്, ഒരു അപകടം ഉണ്ടാവുകയാണ്, അവിടെ എന്ത് ചെയ്യുന്നു, ഒരു അപകടം ഉണ്ടാകുന്നു. അപകടം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു, അഗ്നിരക്ഷാ സേനകളെ അവിടെ വിളിക്കുകയാണ്, ഫയർഫോഴ്സിനെ അവിടെ വിളിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ആ ദുരന്തം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്നുള്ള പർപ്പസിലാണ്. അപ്പം ജസ്റ്റ് ഇത്ര ഓർത്താൽ മതി. 69 എന്ന് വെച്ചാൽ അഗ്നിബാധ, ദുരന്തം അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന അവസരങ്ങളിലെ നടപടികൾ എന്താണ് എന്നുള്ളതാണ്. നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് 69ന്റെ ആദ്യത്തെ ക്ലോസ് ഏതാ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്ലോസ് എന്താണ് പറഞ്ഞത്, അഗ്നിബാധയോ ദുരന്തമോ അപകടമോ ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനോ ഫയർ സർവീസിലെ അംഗത്തിനോ അല്ലെങ്കിൽ എന്താണ് മജിസ്ട്രേറ്റിനോ അത്തരത്തിലുള്ള ആളിൻ്റെ അസാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ ഇത്രയും പേര് ഇല്ല എന്ന് വിചാരിക്കുക. അതായത് പോലീസ് അവിടെ ഇല്ല, ഫയർഫോഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റോ ആളുകൾ അവിടെ ഇല്ല. അത്തരത്തിലുള്ള ആളിൻ്റെ അസാന്നിധ്യം എന്താണ്, ഒരു പബ്ലിക് സർവൻറ്റിന്, അതായത് സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. എന്താണ് ചെയ്യാവുന്നത്, ജീവനോ സ്വത്തോ സംരക്ഷിക്കുന്നതിനുള്ള രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നവരെ നീക്കം ചെയ്യാൻ ഉത്തരവിടുകയോ ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പം ചില ആളുകൾ മെയിൻ കളിക്കാൻ നിൽക്കും. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, ചില ആളുകൾ എന്താണ് ഈ സദ്യയൊക്കെ ഉള്ളതിൻ്റെ നടുക്ക് വന്നിട്ട് അവിടെ നിന്ന് ചോറിട്, ഇവിടെ നിന്ന് സാമ്പാറിട് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അവിടെ നിൽക്കത്തേ ഉള്ളൂ. സദ്യ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആളെ ആയിരിക്കില്ല. അപ്പോൾ ഈ ചുമ്മാ മെയിൻ കളിക്കാൻ വേണ്ടി ഒരു അമ്മാവൻ വന്ന് നിൽക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു അപകടം അതുപോലെയുള്ള സീനോ അവിടെയൊക്കെ പ്രശ്നമില്ല, അവിടെ വലിയ പ്രശ്നമില്ല, നമ്മൾ കണ്ടില്ല എന്നൊക്കെ വെക്കും. പക്ഷേ ഇവിടെ ഇതുപോലുള്ളൊരു ഇഷ്യൂ, ഒരു ക്രൈം സീൻ നടന്നിരിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഒരു അപകടം നടന്നിരിക്കുന്ന സ്ഥലമാണ്. അവിടെ വന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് തീർച്ചയായിട്ടും അപകടത്തിൻ്റെ ആ ഒരു ആഘാതം കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നീക്കം ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്, പോലീസിന് അധികാരമുണ്ട്, ഫയർഫോഴ്സിലെ അംഗത്തിന് അധികാരമുണ്ട്, മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്. ഇനി അതല്ലെങ്കിൽ ആർക്കാണ്, ഒരു പബ്ലിക് സർവൻറ്റിന് അതിനുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള അധികാരം ഉണ്ട് അല്ലേ. നമ്മളിവിടെ ഈ ഒരു സിനിമ കിങ് ആൻഡ് കമ്മീഷണർ സിനിമയല്ലേ, ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ വന്നിട്ട് അവിടെ ഒരു ക്രൈം സീൻ നടന്നിരിക്കുകയാണ്. വന്നിട്ട് അവിടെ കിടന്ന ആൾ കളിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ മാറ്റുന്നുണ്ട്. മമ്മൂട്ടിയുടെ ആ ഒരു ഡയറക്ഷനിൽ അവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് പ്രവർത്തിച്ച് അവിടെ ആളെ മാറ്റുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്, 69ന്റെ എയിൽ ഉദ്ദേശിക്കുന്നത്. 69 എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒന്നെങ്കിൽ അവിടെ ഒരു അഗ്നിബാധ അല്ലെങ്കിൽ അവിടെ എന്താണ് ഒരു അപകട ദുരന്തമൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു അവസരത്തിൽ ഉള്ള ഇടപെടലുകളാണ് അവിടെ പറയുന്നത്, 69ന്റെ എയിൽ പറയുന്നത്. ഓക്കെ, ബി എന്താണ്, ബിയിൽ എന്താ പറയുന്നത് നോക്കിയേ. ഇത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ലേ, ഈ ഫോട്ടോ നോക്കിയാൽ, നിങ്ങൾ ആ ഫോട്ടോ നോക്കിയാൽ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ. എന്താണ്, രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി പൊതുവായ സ്വകാര്യമായ തെരുവ് അല്ലെങ്കിൽ വഴി അടയ്ക്കുക. കണ്ടെയ്ൻമെന്റ് സോൺ വന്നപ്പോൾ എന്താ ചെയ്തത് അല്ലേ, അവിടെ എന്ത് എഴുതിയിട്ടുണ്ട് ആ ബോർഡിനകത്ത്, കണ്ടെയ്ൻമെന്റ് സോൺ, കേരള പോലീസ് കണ്ടെയ്ൻമെന്റ് സോൺ നോ എൻട്രി അല്ലേ. അപ്പോൾ ഇത് ചെയ്യുന്നത് പോലീസല്ല, സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സാണ്, SP എന്ന് പറയുന്നത് സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സാണ്. ഇത് നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ നാളത്തെ ക്ലാസ്സിൽ നമ്മൾ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് ആരാണ് നമ്മൾ നോക്കും. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്, നിങ്ങൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ ഓർമ്മ വെച്ചോളൂ, എവിടെയാണ് കണ്ടിട്ടുള്ളതെന്ന് ഓർമ്മ വെച്ചോളൂ. ശരി, അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പൊതുവായതോ സ്വകാര്യമായതോ ആയ തെരുവൽ അല്ലെങ്കിൽ വഴി അടയ്ക്കാൻ പറ്റും. ഓക്കെ, അത് പൊതുവായതും അടയ്ക്കാം, സ്വകാര്യമായതും അടയ്ക്കാമെന്ന് ഒന്ന് മനസ്സിലോട്ട് വെച്ചോളൂ. കാരണം എന്താ, ഇതുപോലുള്ള ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കോവിഡ് പോലത്തെ ഉള്ള പാൻഡമിക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന കാര്യമാണ്. അവിടെ പോലീസിന് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല, അത് സ്വകാര്യമാണെങ്കിലും പോലീസ് അവിടെ ഇടപെടും. ഓക്കെ, ഇനി സി എന്താണ് പറഞ്ഞത്, ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ആവശ്യത്തിലേക്കായി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിന്മേൽ പ്രവർത്തിക്കുന്നവർക്കോ പൊതുവായതോ സ്വകാര്യമായതോ ആയ ഏത് വളപ്പിലും കടക്കുകയോ തുറക്കുകയോ പൊളിക്കുകയോ അതുപോലെ ഹോസ് പൈപ്പ് മറ്റു ഉപകരണങ്ങൾ കടത്തിവിടുകയോ ചെയ്യുക അല്ലേ. ഇപ്പോൾ ദുരന്തം നടക്കുകയാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും തീ പിടിച്ച് നിൽക്കുകയാണ്, അവിടെ തീ പിടിച്ച് നിൽക്കുന്ന സമയത്ത് അത് പൊതുവായതാണെങ്കിലും സ്വകാര്യമായതാണെങ്കിലും അവിടെ പോലീസിന് അവിടെ എൻ്റർ ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഏത് ഫോഴ്സാണ്, ഫയർഫോഴ്സിന് അവിടെ എൻ്റർ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്, കാരണം വലിയൊരു ദുരന്തം നടക്കുകയാണ്, ആ ദുരന്തം ഒഴിവാക്കണമെങ്കിൽ അവിടെ ഈ ഒരു ആൾക്കാരുടെ ഇടപെടലുകൾ വേണം. ഓക്കെ, ഈ ഒരു സർവീസിന് ഇടപെടൽ വേണം. അപ്പോൾ അവിടെ എന്താണ്, പൊതുവായതാണെങ്കിലും സ്വകാര്യമായതാണെങ്കിലും അവിടെ കിടക്കുകയും അല്ലെങ്കിൽ തുറക്കുകയോ, ഇനിയിപ്പോൾ അതല്ല പൂട്ടിയിട്ടൊക്കെ അത് പൊളിച്ചിട്ടാണെങ്കിലും പോലീസിന് അവിടെ കയറാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അവിടെ ഹോസ് പൈപ്പ് മറ്റു ഉപകരണങ്ങൾ കിടത്തി വിടുക, അത് മോട്ടറോ കാര്യങ്ങളൊക്കെ കിടത്തി വിട്ട് അവർക്ക് ഈ ഒരു ദുരന്തം ഒഴിവാക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിനുള്ള അധികാരം അവർക്കുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെന്താണ്, ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രം ആവശ്യമെന്ന് തോന്നുന്ന പ്രകാരമുള്ള ഉചിതവും ന്യായമായ നടപടികൾ. അപ്പോൾ ഇത് കൂടാതെ മറ്റേതെങ്കിലും കാര്യം ചെയ്തെങ്കിലും, അതായത് ഇപ്പോൾ അവിടെ ഒരു കിണറുണ്ട്, കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് പമ്പ് ചെയ്യുന്നതാണ് എളുപ്പം. കാരണം എന്താ, അവിടെ ഓസ് അവിടെ വരെ എത്തത്തില്ല.
അപ്പോൾ ഇങ്ങനെയുള്ള ന്യായീകരിക്കാവുന്ന കാരണം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് അവിടെ ഇടപെടാൻ വേണ്ടി പറ്റും. അപ്പം ജീവനോ സ്വത്തോ സംരക്ഷിക്കാനായിട്ടുള്ള പൊതുവായ അല്ലെങ്കിൽ ന്യായീകരിക്കാവുന്ന കാരണങ്ങളുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ പോലീസിന് അവിടെ അവരുടെ ആ ഒരു ലോജിക്ക് ഉപയോഗിച്ച് അവിടെ പ്രവർത്തിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? ശരി, നമുക്ക് അടുത്ത് നോക്കാം. എന്താ പറഞ്ഞത് നോക്കാം. ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിന് സ്വകാര്യമോ അല്ലാതെയായ ഉപകരണങ്ങൾ മറ്റു കാര്യങ്ങളോ ആവശ്യപ്പെടാവുന്നതും അത് കൈവശമുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നൽകേണ്ടതുമാണ്. ഇപ്പോൾ അവിടെ എന്താണ്, ഒരു മരം തടസ്സം നിൽക്കുവാണ്. ഈ മരം ഉള്ളതുകൊണ്ട് എന്തെത്തുന്നില്ല, അവിടെ വെള്ളം കറക്റ്റായിട്ട് എത്തിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ സേവനത്തിന് തടസ്സം എന്തെങ്കിലും കാര്യം നിൽക്കുവാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ ഇത് വെട്ടി മാറ്റണം. പക്ഷേ പോലീസുകാരെ ഇതിനുള്ള ആയുധം ഇല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിൽ ആയുധം ചോദിക്കണം. ആയുധം അവിടെ ഉണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റും. ഇപ്പോൾ വെട്ടുകത്തിയോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, അവരത് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കൊടുക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്, അവരത് കൊടുത്തിരിക്കണം. അതായത് ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിൻ്റെ സ്വകാര്യമോ അല്ലാതെയോ ആയ ഉപകരണങ്ങൾ. ഇപ്പോൾ സ്വകാര്യമായ ഉപകരണങ്ങൾ അല്ല, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു വെട്ടുകത്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, സ്വകാര്യമായ ഒരു ഉപകരണമാണ്. അല്ലാതെ സ്വകാര്യമായ ആയുധം ഉപയോഗിക്കാം. ഇനിയിപ്പോൾ അതല്ല മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റാണ്, എൻ്റെ അടുത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അവർക്ക് പറയാൻ പറ്റത്തില്ല ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല. അവരത് കൃത്യമായിട്ട് അവരത് കൊടുത്തിരിക്കണം. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഈ ഒരു ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിൻ്റെ രക്ഷാപ്രവർത്തനമായിട്ട് പ്രോപ്പറായിട്ട് അത് ഉപയോഗിക്കാനും ചെയ്യാൻ പറ്റിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 69(2) നമ്മൾ അടുത്ത് നോക്കുന്നത്. 69(2). ഓക്കെ, ഇത് ഞാൻ ഇത്രയും വായിച്ച് ബുദ്ധിമുട്ടില്ല, നിങ്ങൾക്കത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഇത്രേ ഉള്ളൂ കാര്യം. അതായത് ഇപ്പം നമ്മൾ ഒരു തീപിടുത്തം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ദുരന്തം ഉണ്ടാകുമ്പം ആ ദുരന്തം രക്ഷിക്കുന്നതിന് വേണ്ടി, ആ ദുരന്തത്തിൽ നിന്ന് ആളുകളുടെ ജീവനോ സ്വത്തൊക്കെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചില ഉപകരണങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ചില മോട്ടറോ അല്ലെങ്കിൽ വെട്ടുകത്തിയോ ഹോസോ അങ്ങനെ എന്തെങ്കിലും അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഉപയോഗിച്ച സംഭവത്തിന് എന്ത് പറ്റി, അല്ലെങ്കിൽ ഉപയോഗിച്ച ഈ ഉപകരണത്തിന് എന്ത് പറ്റുന്നു, അത് നശിച്ചു പോകുന്നു. ഓക്കെ, പക്ഷേ ഇത് നശിച്ചു പോകുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് ബോധിപ്പിക്കാൻ പറ്റണം. അതായത് ഞാൻ വളരെ ന്യായമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത്, പക്ഷേ അത് ഉപയോഗിച്ചെങ്കിലും അത് എന്ത് ചെയ്തു, അത് നശിച്ചു പോയി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റി. അത് എന്ത് പറ്റും, ഏത് രീതിയിൽ പെടും, ഒരു ഇൻഷുറൻസ് പോളിസിയിലേക്ക് പെടും. അതായത് അപകടം എന്നിവ മൂലമുള്ള ഇൻഷുറൻസിൻ്റെ സംരക്ഷണത്തിന് അർഹമായിട്ടുള്ള ഒരു നാശനഷ്ടത്തിൻ്റെ പരിധിയിലേക്ക് വിടും. ഇനി അതല്ല, ഇനി അത് ആ പരിധിയിൽ ഒന്നും പെടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള ഇൻഷുറൻസിൻ്റെ അഭാവത്തിൽ, എന്നാൽ അങ്ങനെയുള്ള ചില ഇൻഷുറൻസിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ജില്ലാ മജിസ്ട്രേറ്റ് തിട്ടപ്പെടുത്തിയേക്കാവുന്ന തുക ന്യായമായ നഷ്ടപരിഹാരമായി ബന്ധപ്പെട്ട കക്ഷികൾക്ക് സർക്കാർ നൽകാവുന്നതാണ്. അപ്പോൾ ഇതെന്ത് സംഭവിക്കും, ഇപ്പം എൻ്റെ മോട്ടറായിരിക്കും അല്ലെങ്കിൽ എൻ്റെ വെട്ടുകത്തിയായിരിക്കും ഉപയോഗിച്ചത്, എനിക്കത് നശിച്ചു പോയി. ഇത് ഏതിലാണ്, ഇൻഷുറൻസ് പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു രീതിയിൽ എനിക്ക് ഈ ഒരു തുക സർക്കാർ തരേണ്ടതാണ്. ഇനിയിപ്പോൾ അതല്ല, അങ്ങനെ ആ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ ഇത് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ ആരാണ് തരേണ്ടത്, ജില്ലാ മജിസ്ട്രേറ്റ് തിട്ടപ്പെടുത്തിയേക്കാവുന്ന തുക അത് ന്യായമായ നഷ്ടപരിഹാരമായി കണ്ട് അത് എനിക്ക് തരണം. ഓക്കെ, ഇങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ സംഭവിക്കുന്നത്. പക്ഷേ ഇനി വേറെ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയുകയാണ്. നമ്മുടെ ഈ കഴിഞ്ഞ ഫയർ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് LICയുടെ മോട്ടോ എന്താണ്, ആപ്തവാക്യം എന്താണെന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ യോഗക്ഷേമം വഹാമ്യഹ എന്നതാണ് ഒന്ന്. ഓക്കെ, അതെൻ്റെ മോട്ടോയാണ്. ഇതിൻ്റെ തർജ്ജമ എന്താണ്, യുവർ സെക്യൂരിറ്റി ഈസ് മൈ റെസ്പോൺസിബിലിറ്റി കേട്ടോ. യുവർ സെക്യൂരിറ്റി ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ഇത് കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനോട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ഇതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കണം. ഇത് ഫയർ എക്സാമിന് ഇപ്പോൾ ഈ കഴിഞ്ഞ ഫയർ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ശരി, അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ആ ഒരു ഇൻഷുറൻസ് കാര്യങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ന്യായമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി അത് ന്യായമായിട്ടുള്ള രീതിയിലല്ല ഉപയോഗിച്ചത്, മറ്റേതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചിട്ടാണ് അത് നശിച്ചു പോയെങ്കിൽ അത് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത് 69(3) പറയുന്നത് എന്താണ്, അത് ആരാണോ ഉപയോഗിച്ച് അവരുടെ പോക്കറ്റിൽ നിന്ന് ഇത് ഈടാക്കിക്കോണം എന്നാണ് അത് പറയുന്നത്. അതായത് പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ആരാണ് പോലീസ് ഉദ്യോഗസ്ഥനോ ഫയർ സർവീസിലെ ഏതെങ്കിലും അംഗമോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനോ പബ്ലിക് സർവൻറ്റിൻ്റെയോ ന്യായമായ കാരണം ഇല്ലാതെയാണ് അയാൾ ചെയ്ത ഏതെങ്കിലും കാരണം കൊണ്ടാണ് പോയതെങ്കിൽ അത് എവിടെ നിന്ന് ഈടാക്കും, ആ വ്യക്തിയുടെ പോക്കറ്റിൽ നിന്ന് ഈടാക്കിക്കൊള്ളാനാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടം വരെ വ്യക്തമാണ്, 69 വരെ വ്യക്തമാണ്. നമുക്ക് ആദ്യം പോലെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ, നമുക്ക് ആദ്യം പോലെ ഒന്ന് പറഞ്ഞു നോക്കിയിട്ട് നമുക്ക് ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നാളെ എടുക്കാം. ഓക്കെ, ബാക്കി ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ, നിങ്ങൾക്കത് ചെറിയൊരു സമയം കൊണ്ട് തീരും. ഇന്നത്തെ ഇച്ചിരി ലെങ്തി ആയിരിക്കും. ശരി, അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്താ 39 എന്താണ് പറഞ്ഞത്, 39 എന്താണ് പറഞ്ഞത്, 37 മുതലല്ലേ നമ്മൾ തുടങ്ങിയത്. ശരി, 37 എന്താണ് പറഞ്ഞത്, പറഞ്ഞു നോക്കിയേ. നമ്മളെ ഇന്നസെൻറ്റിൻ്റെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലേ, പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ഫോട്ടോ ഓർമ്മയുണ്ടല്ലോ. ശരി, എന്താണ്, സ്വകാര്യ വസ്തുവിൽ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് 37 പറയുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒന്ന് റിവൈസ് നോക്കാം. നമ്മൾ ഇന്ന് പഠിച്ച ആ ഒരു സെക്ഷനിൽ നമുക്കൊന്ന് റിവൈസ് നോക്കാം. ഓക്കെ, അപ്പോൾ 37 എന്താണ് പറഞ്ഞത്? 37 സ്വകാര്യ സ്ഥലങ്ങളിലെ പോലീസിൻ്റെ പ്രവേശനത്തെ പറ്റിയാണ് 37 പറയുന്നത്. 37 അല്ല, നമ്മൾ ആ ഇന്നസെൻറ്റിൻ്റെ ഫോട്ടോ കാണിച്ച് നമ്മളെ ജീപ്പിൽ നിന്ന് ഇറങ്ങിയതൊക്കെ കാണിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ശരി, നമ്മൾ 38 എന്താണ് പറഞ്ഞത്? 38 ആക്രമണം പോലുള്ള കാര്യങ്ങൾ നടക്കുമ്പം അത് പോലീസ് തടയുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ 38 പറയുന്നത്. ഓക്കെ, നമ്മൾ 38 അതാണ് നമ്മൾ പറയുന്നത്. 39 വന്നേ. ഇന്നസെൻ്റ് സോറി കൊച്ചിൻ ഖലീഫ ഒരു മെഗാഫോണൊക്കെ പിടിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഏതാണ് 39 എന്താണ് പറഞ്ഞത്? പോലീസിൻ്റെ നിയമപരമായ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. പോലീസിൻ്റെ നിയമപരമായ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ 39 നമുക്ക് അടുത്ത 57 നോക്കാം. 57 എന്താണ് പറഞ്ഞത്? കാണാതായ ആളെ കണ്ടെത്താനായിട്ട് പോലീസ് ശ്രമിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ ഏതിലാണ്? 57 ഓക്കെ, അപ്പോൾ 57 വരെ നിങ്ങൾക്ക് വ്യക്തമാണ്. പിന്നെ 61 നമ്മൾ പറഞ്ഞ ഏതാണ്? 61 പോലീസ് ട്രാഫിക് നിയന്ത്രിക്കേണ്ടതും ക്രമീകരിക്കേണ്ടതുമാണ് അല്ലേ? ഇത് പറഞ്ഞ ഏതിലാണ്? 61 പറഞ്ഞത് പോലീസ് ട്രാഫിക് നിയന്ത്രിക്കേണ്ടതും ക്രമീകരിക്കേണ്ടതുമാണെന്ന് പറഞ്ഞ ഏതിലാണ്? 61 പറയുന്നത്. 64 ഇതിനെപ്പറ്റി പറഞ്ഞു, കമ്മ്യൂണിറ്റി പോലീസിങ് അല്ലേ? 64 പറഞ്ഞത് കമ്മ്യൂണിറ്റി പോലീസിങ് ആണ് പറഞ്ഞത്. പിന്നെ ഏതാ വരുന്നത്? പിന്നെ 69 വരുന്നത് അല്ലേ? നമ്മൾ തീപിടുത്തം പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? തീപിടുത്തം, അപകടങ്ങൾ ഇതൊക്കെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ദുരന്തം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വീകരിക്കേണ്ട നടപടികളെ പറ്റിയാണ് ഈ 69 നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ച പോർഷൻസ് നിങ്ങൾ റിവൈസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ PDF കാര്യങ്ങളൊക്കെ അതിനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടേക്കാം. ഓക്കെ, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിൽ